നിത്യാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തിം ദ്വന്ദ്വാതീതം ഗഗനസദൃശം തത്വമസ്യാദിലക്ഷ്യം ഏകം നിത്യം വിമലമചലം സർവധീ സാക്ഷിഭൂതം ഭാവാതീതം ത്രിഗുണരഹിതം സദ്ഗുരും തം നമാമി. മുക്തിയാണ് ഏകാദശത്തിലെ പ്രതിപാദ്യം. തത്വോപദേശമാണ് ഏകാദശം. അത് 2-3 വിധത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ വസുദേവ നാരദ സംവാദം ആദ്യം, അതായത് ഒരു ഗൃഹസ്ഥനെ എങ്ങനെ ഗൃഹത്തിലിരുന്നു കൊണ്ട് തന്നെ മുക്തനാകാം എന്നുള്ളതാണ്. ഗൃഹസ്ഥനാണ് എന്നത് ഒരു ദോഷമല്ല. ഭക്തിയും ഈശ്വരവിശ്വാസവും ധർമ്മനിഷ്ഠയും ഇല്ല എന്ന് വന്നാൽ ദോഷമാണ്. തൻ്റെ കർത്തവ്യങ്ങളെ ധർമ്മനിഷ്ഠയോടുകൂടി പാലിക്കുന്നു എങ്കിൽ ദോഷമില്ല. അയാൾക്ക് ഗൃഹത്തിലിരുന്നു കൊണ്ട് തന്നെ മുക്തനാകാം എന്ന് സമർത്ഥിക്കുകയാണ് ഈ സംവാദം. നാരദര് മിക്കപ്പോഴും ദ്വാരകയിൽ വന്നുകൊണ്ടിരിക്കും. സ്വതവേ ഇങ്ങനെയുള്ള മഹാത്മാക്കൾ അധികം സമയമൊന്നും ഒരു സ്ഥലത്ത് നിൽക്കില്ല. നാരദര് നിരന്തരം വന്നുകൊണ്ടിരിക്കും. കാരണം ഭഗവാൻ അവതരിച്ച കാലമാണല്ലോ. അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം വസുദേവരുടെ ഗൃഹത്തിലെത്തിയപ്പോൾ അദ്ദേഹത്തെ വേണ്ടതുപോലെ സൽക്കരിച്ച് സ്വീകരിച്ച് നമസ്കരിച്ച് വസുദേവരെ ഒരു ചോദ്യം ചോദിക്കുകയാണ്. ശ്രവണമാത്രം കൊണ്ട് തന്നെ എല്ലാ പാപങ്ങളും നശിക്കുന്ന ഭാഗവത ധർമ്മം എന്താണ് എന്നുള്ളതാണ് ചോദ്യം. ബ്രഹ്മൻ തഥാപി പൃച്ഛാമോ ധർമാൻ ഭാഗവതാൻസ്തവ യാൻ ശ്രുത്വാ ശ്രദ്ധയാമർത്യോ മുച്ചതേ സർവതോ ഭയാത്. ശ്രദ്ധയോടുകൂടി കേട്ടാൽ എല്ലാ ഭയത്തിൽ നിന്നും രക്ഷപ്പെടുന്ന ഭാഗവത ധർമ്മം എന്താണ് എന്നാണ് ചോദ്യം. ശ്രദ്ധയ എന്നുള്ളത് മുഖ്യമാണ്. ഏത് കേട്ടാലും അത് ശ്രദ്ധയോടുകൂടി ആവണം. അശ്രദ്ധയോടുകൂടി കേട്ടിട്ടൊരു വിശേഷവുമില്ല. അപ്പം ശ്രദ്ധ പറഞ്ഞാൽ ശാസ്ത്രേഷു ഗുരുവാക്യേഷു സത്യബുദ്ധ്യവധാരണ സാ ശ്രദ്ധ. ശാസ്ത്രത്തിലും ഗുരുജനങ്ങളുടെ വാക്കിലും ഉറച്ച വിശ്വാസം, അതാണ് ശ്രദ്ധ എന്ന് പറയുന്നത്. അതുണ്ടാകണം. അല്ലാതെ സർവത്ര സംശയമായിട്ടിരുന്നാൽ സംശയാത്മാ വിനശ്യതി എന്ന് പറയും. ന അയം ലോകോസ്തി ന പരോ ന സുഖം സംശയാത്മന. എല്ലാ കാര്യത്തിലും സംശയമായാൽ അയാൾക്ക് ഇഹലോകം ഉണ്ടാവില്ല, പരലോകം ഉണ്ടാവില്ല എന്ന് പറയും. അപ്പം സംശയമില്ലാണ്ട് ശ്രദ്ധയോടുകൂടി ഉറച്ച വിശ്വാസത്തോടുകൂടി ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ ശ്രവണമാത്രം കൊണ്ട് തന്നെ എല്ലാ പാപങ്ങളും നശിക്കുന്ന ഭാഗവത ധർമ്മം എന്താണ് എന്നാണ് ചോദ്യം. അപ്പം നാരദര് ഇതിന് മറുപടി പറയുന്നത് നിമി നവയോഗി സംവാദത്തിലൂടെയാണ്. നിമി ചക്രവർത്തിയുടെ അടുക്കൽ ഒരിക്കൽ നവയോഗികൾ ചെല്ലാനിടയായി. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദുർമിളൻ, ചമസൻ, കരഭാജനൻ, ഇവരാണ് നവയോഗികൾ. അവിടെ ചെന്ന അവസരത്ത് അവരെ വേണ്ടതുപോലെ സൽക്കരിച്ച് നിമി ചക്രവർത്തി ഇതേ ചോദ്യമാണ് അവരോട് ചോദിച്ചത്. അപ്പോൾ അവർ ഇതിന് മറുപടി പറയേണ്ടായി. അത് ഞാൻ ഇവിടെ പറയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് നാരദർ ആരംഭിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഈ ഭാഗവത ധർമ്മങ്ങളെ ശ്രവണമാത്രം കൊണ്ട് തന്നെ മുക്തനാകാൻ പറ്റുന്ന ഭാഗവത ധർമ്മം എന്താണെന്നാണ് ചോദ്യം. അപ്പം അതിന് കവിയാണ് മറുപടി പറയുന്നത്. മന്യേ കുതശ്ചിത് ഭയം അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്യുഗ്നബുദ്ധേ അസദാത്മഭാവാത് വിശ്വാത്മന എത്ര നിവർത്തതേ ഭീഹി. മന്യേ അകുതശ്ചിത് ഭയം. ഭഗവാന്റെ പാദത്തെ ആശ്രയിച്ച ഒരു ഭക്തന് ഒരു വിധത്തിലുള്ള ഭയവും ആവശ്യമില്ല എന്ന് ഞാൻ കരുതുന്നു എന്നാണ്. അതായത് സർവശക്തനും സർവജ്ഞനുമായിട്ടുള്ള ഭഗവാനെയാണ് നമ്മൾ ആശ്രയിച്ചതെന്ന് വന്നാൽ പിന്നെ നമുക്ക് എന്തിനാ ഭയപ്പെടുന്നത്? ഭഗവാന് രക്ഷിക്കാൻ സാധിക്കില്ലെങ്കിൽ ഈ ലോകത്ത് ആർക്കാ നമ്മളെ രക്ഷിക്കാൻ സാധിക്കുക? അതുകൊണ്ട് എല്ലാ ഭയത്തിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ ഒരേ ഒരു വഴി ഭഗവാന്റെ പാദത്തിൽ ദൃഢമായിട്ടുള്ള വിശ്വാസം. മന്യേ അകുതശ്ചിത് ഭയം അച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം. അതാണ് അതിന് പോം വഴി. മറ്റെന്തൊക്കെ ആശ്രയിച്ചാലും എല്ലാം ഭയത്തിൻ്റെ കാരണമാണ് ഈ ലോകത്തിൽ. സർവം വസ്തു ഭയാന്യുതം ഭുവി നൃണാം. ഈ ലോകത്തിലുള്ളതൊക്കെ ഭയത്തിന് കാരണം. ഭോഗേ രോഗഭയം, കുലേ ച്യുതിഭയം, വിത്തേ നൃപാലാത് ഭയം, മാനേ ദൈന്യഭയം, ബലേ രിപുഭയം, രൂപേ ജരായാഭയം, ശാസ്ത്രേ വാദിഭയം, ഗുണേ ഖലഭയം, കായേ കൃതാന്താത് ഭയം, സർവം വസ്തു ഭയാന്യുതം ഭുവി നൃണ. വൈരാഗ്യമേവാഭയം. സുഖഭോഗങ്ങൾ അനുഭവിക്കുമ്പോൾ രോഗം വരുമോ എന്നുള്ള പേടി. പ്രമേഹ രോഗിയാണെങ്കിൽ ഡോക്ടർ ആദ്യം പറയണത് ഭക്ഷണത്തിൽ നിയന്ത്രണം വേണമെന്നാണ്. രാവിലെ ചെറിയ 2 ഇഡ്ഡലി, ചോറാണെങ്കിൽ 1 ഡവർ ചോറ്, പച്ചക്കറി ധാരാളം കഴിക്കുക, എങ്ങനെയൊക്കെയാണ് നിയമം. അപ്പോൾ അതൊന്നും വിഷമല്ല പറഞ്ഞു. പോരാൻ നേരത്തെ ചോദിച്ചു. അപ്പോൾ രാവിലെ 2 ഇഡ്ഡലി അല്ലേ? അതെ. അത് ഭക്ഷണത്തിൻ്റെ മുമ്പേ അതോ ഭക്ഷണത്തിന് ശേഷമോ ചോദിച്ചു ഇയാൾ.
അതിന് ശേഷം 2 ഇഡ്ഡലി കഴിക്കാൻ വലിയ വിഷമമൊന്നുമില്ല എന്നർത്ഥം. അതായത് ഭക്ഷണത്തിൽ നിയന്ത്രണം. ഭക്ഷണം കഴിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ രോഗം വരുമോ എന്നുള്ള ഭയം. ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസമൊക്കെ കാണുമ്പോൾ പക്ഷേ കഴിക്കാൻ പാടില്ല. പക്ഷേ ആരോ പറഞ്ഞു ഗുരുവായൂരപ്പൻ്റെ പാൽപ്പായസത്തിന് ഷുഗറൊന്നുമില്ല. പറയുന്ന ആൾക്ക് വിഷമമില്ല, കഴിക്കുന്ന ആൾക്കല്ലേ ഷുഗർ ഉണ്ടാവുള്ളൂ. അപ്പോൾ സുഖഭോഗങ്ങൾ അനുഭവിക്കുമ്പോൾ ഏത് സുഖഭോഗം അനുഭവിക്കുമ്പോൾ രോഗം വരുമെന്നുള്ള ഭയം. ഭോഗേ രോഗഭയം, കുലേ ച്യുതി ഭയം. ഉന്നത കുലത്തിൽ ജനിച്ച ഒരാൾക്ക് തൻ്റെ കുലമഹിമയെ നിലനിർത്താൻ സാധിക്കാതെ അതിന് ച്യുതി സംഭവിക്കുമോ എന്നുള്ള ഭയം ഉണ്ടാവും. വിത്തേ നൃപാലാത് ഭയം. സമ്പത്തുണ്ടെങ്കിൽ രാജാവിനെ പേടി, ഭരണകർത്താക്കളെ പേടി. ഇപ്പം സർവത്ര പേടിയാണ്. എവിടുന്നാ പണം വന്നത്, അത് ട്രാൻസ്ഫർ ചെയ്യാൻ നിവൃത്തിയില്ല, വാങ്ങാൻ നിവൃത്തിയില്ല. പണം കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ അവരൊക്കെ വിഷമിച്ചിരിക്കുകയാണ്. കാരണം ഇൻകം ടാക്സുകാരെ പിടിച്ചെടുക്കുന്ന മാത്രമല്ല, ഭരിക്കുന്നവരെ മാത്രമല്ല, പണം ഉണ്ടെങ്കിൽ സർവത്ര ഭയം തന്നെ. അർത്ഥാനാം ആർജനേ ദുഃഖം ആർജിതാനാം ദുരക്ഷണേ ആയേ ദുഃഖം വ്യയേ ദുഃഖം അർത്ഥയ്ക്കും ദുഃഖഭാജന. പണം സമ്പാദിക്കാൻ ദുഃഖമുണ്ട്, അത് ചെലവഴിക്കുമ്പോൾ ദുഃഖമുണ്ട്, നഷ്ടപ്പെടുമ്പോൾ ദുഃഖമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സർവത്ര ദുഃഖമാണ്. പുത്രാദപി ധനഭാജാം ഭീതി. മക്കളെ പോലും പേടിക്കണം പണമുള്ളവർക്ക്. കാരണം അവർ ചിലപ്പോൾ അച്ഛനെ കൈകാര്യം ചെയ്തിട്ട് പണം എടുത്തു കൊണ്ടുപോകും മക്കൾ. അപ്പോൾ പണം ഉണ്ടെങ്കിൽ എങ്ങനെയുണ്ടെങ്കിൽ വിത്തേ നൃപാലാത് ഭയം. അവിടെ ഭയമുണ്ട്. പണം ഉണ്ടെങ്കിൽ എപ്പോഴും ഭയം. പോക്കറ്റിലൊന്നും ഇല്ലെങ്കിൽ എവിടെ നടു റോട്ടിൽ വേണമെങ്കിൽ കിടന്നുറങ്ങാൻ ഒരു പേടിയും പഠിക്കില്ല. പക്ഷേ കുറച്ച് പണം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ സമാധാനം ഉണ്ടാവില്ല. വിത്തേ നൃപാലാത് ഭയം. മാനേ ദൈന്യ ഭയം. അഭിമാനിയായ ഒരാൾക്ക് തൻ്റെ അഭിമാനത്തിന് ക്ഷതം സംഭവിക്കുമോ എന്നുള്ള ഭയം. ബലേ രിപുഭയം. ശക്തനായ ഒരാൾക്ക് തന്നേക്കാൾ ശക്തനായിട്ടുള്ള ഒരാൾ വന്നു ചേരുമോ എന്നുള്ള ഭയം ഉണ്ടാവും. രൂപേ ജരായ ഭയം. സൗന്ദര്യമുള്ള ഒരാൾക്ക് വാർദ്ധക്യം ബാധിക്കുമോ എന്നുള്ള ഭയം. എത്ര സുന്ദരനായാലും സുന്ദരിയായാലും കുറച്ച് കഴിഞ്ഞാൽ വാർദ്ധക്യം ബാധിക്കും. അത് പ്രകൃതി നിയമമാണ്. അപ്പോൾ വാർദ്ധക്യം ബാധിക്കുന്നത് സന്തോഷമുള്ള കാര്യമില്ല, അത് ഭയമാണ്. രൂപേ ജരായ. ശാസ്ത്രേ വാദി ഭയം. ശാസ്ത്രം പഠിച്ച ആളുകൾക്ക് തന്നേക്കാൾ പഠിച്ചവർ വന്ന് വാദിച്ച് പരാജയപ്പെടുത്തുമോ എന്നുള്ള ഭയം ഉണ്ടാവും. സാമൂതിരി രാജാവിൻ്റെ സദസ്സിലൊക്കെ വാദപ്രതിവാദങ്ങൾ നടത്തി സകല സമ്മാനവും വാങ്ങിപ്പോയിരുന്നു ഉദ്ദണ്ഡ ശാസ്ത്രികൾ. അദ്ദേഹത്തിനെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമല്ല. കാരണം അദ്ദേഹം വരുമ്പോൾ തന്നെ കുറേ അനുയായികൾ കൂടെ ഉണ്ടാവും. എന്നിട്ട് പറയും ബലായധ്വം ബലായധ്വം രേരേ ദുഷ്കവി കുഞ്ചരാഹ വേദാന്ത വനസഞ്ചാരി ആയാത്യുദ്ദണ്ഡ കേസരി. ദുഷ്കവികളാകുന്ന ആനക്കുട്ടികളെ നിങ്ങൾ ഓടിക്കോളൻ, വേദാന്തമാകുന്ന വനത്തിൽ സഞ്ചരിക്കുന്ന സിംഹം നരി ഇതാ വരണു എന്നാണ്. അത്ര അയാളെ തോൽപ്പിക്കാൻ ഒരാൾക്കും പറ്റില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പണം മുഴുവൻ പരദേശി കൊണ്ടുപോകുന്നു എന്ന് വന്നപ്പോൾ എല്ലാവരും കൂടെ ഇവിടെ അദ്ദേഹത്തെ പരാജയപ്പെടുത്താൻ വേണ്ടി ഒരു കുട്ടിയെ സൃഷ്ടിക്കുക. അതായത് ഗർഭിണിയായ സ്ത്രീക്ക് മന്ത്രം ജപിച്ചിട്ടുള്ള അരിയൊക്കെ കൊടുത്ത് അങ്ങനെ വളരെ നിഷ്ഠയോടുകൂടി ഇരുന്ന് അങ്ങനെയാണ് കാക്കശ്ശേരി ഭട്ടതിരി ജനിക്കുന്നത്. ചെറിയ കുട്ടിയായപ്പോഴേക്കിനെ സകല ശാസ്ത്രവും പഠിച്ചു കഴിഞ്ഞു. ഈ ഉദ്ദണ്ഡ ശാസ്ത്രികളോട് വാദിക്കാൻ കാക്കശ്ശേരിയാണ് മുമ്പിൽ കൊണ്ടേയിരുത്തിയത്. കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് പുച്ഛം തോന്നി. ആകാരോ ഹ്രസ്വം. ആകൃതി ഇത്രയേ ഉള്ളൂല്ലോ എന്ന് പറഞ്ഞു. ഹ്രസ്വം ചെറുതല്ലേ. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് പറഞ്ഞു നഹി നഹി ആകാരോ ദീർഘ അകാരോ ഹ്രസ്വം. അങ്ങ് പറഞ്ഞത് തെറ്റി. ആകാരം ദീർഘമാണ്, അകാരമാണ് ഹ്രസ്വം. ആകാരം എന്ന് പറഞ്ഞാൽ ആകൃതി എന്നൊരു അർത്ഥമുണ്ട്, ആ എന്ന സ്വരം എന്നും അർത്ഥമുണ്ട്. അങ്ങനെ എല്ലാം വാദിച്ച് പരാജയപ്പെടുത്തി എല്ലാ സ്വർണ്ണക്കിഴികളും ഈ കാക്കശ്ശേരി ഭട്ടതിരി നേടാണ്. ഉദ്ദണ്ഡ ശാസ്ത്രികളുടെ അവസ്ഥ ആലോചിച്ച് നോക്കുക. എത്രയോ പ്രായാധിക്യമുള്ള ഒരാൾ എത്രയോ സദസ്സുകളിൽ എല്ലാവരെയും പരാജയപ്പെടുത്തിയ ആൾ, അദ്ദേഹത്തെക്കാൾ പാണ്ഡിത്യമുള്ളൊരു കുട്ടി വരുമ്പോൾ വളരെ വിഷമമുണ്ട്, ഭയം തന്നെയാണ്. അവസാനം ചോദിച്ചു, വയസ്സുകൊണ്ടെങ്കിലും ഞാൻ വളരെ വലിയ ആളല്ലേ, വളരെ കൂടുതലാണല്ലോ, അതുകൊണ്ട് ഒരു കിഴി ആ നിലയിൽ എനിക്ക് തന്നൂടെ ചോദിച്ചു, സ്വർണ്ണക്കിഴി. അത് പറ്റില്ല, അങ്ങനെയാണെങ്കിൽ എൻ്റെ കാര്യസ്ഥനുണ്ട് 90 കഴിഞ്ഞിരിക്കും, അയാൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു ഈ കാക്കാശ്ശേരി. അങ്ങനെ സകല സ്വർണ്ണക്കിഴികളും ഈ കുട്ടി കൊണ്ടുപോകും. അപ്പോൾ ശാസ്ത്രം പഠിച്ചവർക്ക് ശാസ്ത്രയെ വാദി ഭയം, തന്നെ വാദിച്ചു തോൽപ്പിക്കുന്ന ഒരാൾ വരുമോ എന്നുള്ള ഭയം. ഗുണേ ഖലഭയം. സജ്ജനങ്ങൾക്ക് ദുഷ്ടന്മാരെ ഭയം. ഞാൻ ആരെയും ഉപദ്രവിച്ചിട്ടില്ല, അതുകൊണ്ട് ആരും എന്നെ ഉപദ്രവിക്കില്ല എന്ന് വിചാരിക്കേണ്ട. ദുഷ്ടന്മാർക്ക് എല്ലാ കാലത്തും കർമ്മനിരതര, വെറുതെ ഇരിക്കില്ല അവർ. സജ്ജനങ്ങളെ ദ്രോഹിക്കലാണ് അവരുടെ തൊഴിൽ. അപ്പം അതുകൊണ്ട് സൽഗുണങ്ങളുള്ള ഒരാൾക്കും ഭയമുണ്ട്. കാരണം ദുഷ്ടന്മാരിൽ നിന്ന് എപ്പോഴും ഭയപ്പെടുന്നുണ്ട്. ഗുണമുള്ള ആൾക്ക് അങ്ങനെ ദോഷമുണ്ട്, ഭയമുണ്ട്. അപ്പം അവർക്കും ഭയമുണ്ട്. ഗുണേ ഖലഭയം. കായേ കൃതാന്താത് ഭയം. ഈ ശരീരം ഉള്ളിടത്തോളം കാലം മരണഭയം ഉണ്ടാവും. ഇന്നല്ലെങ്കിൽ നാളെ മരിക്കണം തീർച്ചയാണല്ലോ. സർവം വസ്തു ഭയാന്യുതം ഭൂയി എന്നാണ്. ഈ ലോകത്തിലെ എല്ലാം ഭയത്തിന് കാരണമാണ് വൈരാഗ്യമേവ അഭയം. എല്ലാ വിഷയങ്ങളിലും വിരക്തി വന്നാൽ പിന്നെ പേടിക്കേണ്ടതില്ല അയാൾക്ക്. ഒന്നും നഷ്ടപ്പെടാനില്ലല്ലോ, ഒന്നിനും താല്പര്യമില്ല. അപ്പം ഇവിടെ പരിപൂർണം നിർഭയത ഉണ്ടാകണമെങ്കിൽ ഭഗവാനെ ആശ്രയിക്കല്ലാതെ വേറെ ഒരു പോവഴിയില്ല എന്നാണ്. എല്ലാം ഭയത്തിന് കാരണമാണ്. അതുകൊണ്ട് അമൃതസ്വരൂപനായിട്ടുള്ള ഭഗവാനെ ത്രിവിധ കരണങ്ങളെ കൊണ്ടും ആശ്രയിക്കുക മാത്രമേ രക്ഷയുള്ളൂ. ഭക്തി ഒന്ന ലാഭോ മദ്ഭക്തി. എന്താണ് ഏറ്റവും വലിയ ലാഭം എന്ന ചോദ്യത്തിന് മറുപടി ലാഭോ മദ്ഭക്തിരുത്തമ. ഭഗവാനിലുള്ള ഉറച്ചതായ ഭക്തി നേടുക, അതാണ് ജീവിതത്തിലെ പരമമായിട്ടുള്ള ലാഭം എന്ന് ഭാഗവതം പറയുന്നു. ഈ ഭക്തി നമുക്കുണ്ടായാൽ നമ്മൾ രക്ഷപ്പെട്ടു. പക്ഷെ ഇന്ന് ഭക്തിയൊക്കെ
ഒരു ചടങ്ങായി മാറിയിട്ടുണ്ട്. ആചാരത്തിനാ പ്രാധാന്യം, അല്ലാണ്ട് ഭക്തി ഭാവത്തിനല്ല. ഭാവഗ്രാഹി ജനാർദ്ദന, ഭഗവാൻ നമ്മുടെ ഭാവമാണ് നോക്കുന്നത്. എന്ത് ചെയ്തു, എത്ര ഉറുപ്പ്യ ഭണ്ഡാരം ചാർത്തി എന്നൊന്നും അല്ല, അവൻ്റെ മനോഭാവം എന്താണെന്നാണ് നോക്കുന്നത്. അപ്പോൾ ചടങ്ങായി മാറിയാൽ അത് യഥാർത്ഥത്തിൽ ഭക്തിയാവില്ല. സെക്രട്ടേറിയറ്റിൽ ലേറ്റ് കമേഴ്സിന് മാർക്ക് ചെയ്യാൻ ഒരു പുസ്തകമുണ്ട്. 10 മണി കഴിഞ്ഞ് വരുന്നവരൊക്കെ പേരെഴുതണം, സമയം എഴുതണം, എന്തുകൊണ്ട് വരാൻ വൈകിയെന്ന് എഴുതണം. മിക്കവാറും ഒക്കെ വൈകിട്ടേ വരുള്ളൂ. 1-2 ആളുകൾ മാത്രം കൃത്യമായിട്ട് വരുന്നവരുണ്ട്. അതിപ്പോൾ ആരും വായിച്ചു നോക്കൊന്നുമില്ല. എന്നാലും 10 മണി കഴിഞ്ഞ് വന്നവരെ എഴുതും. ഗോപാലകൃഷ്ണൻ നായർ 10:30 ട്രെയിൻ ലേറ്റായിരുന്നോ എന്തെങ്കിലും ഒന്ന് എഴുതും. പിന്നെ വരുന്നവരൊക്കെ പേരെഴുതും, സമയം എഴുതും, ഡിറ്റോ. അതന്നെ, വണ്ടി ലേറ്റായി, അത് പിന്നെ എഴുതേണ്ട കാര്യമില്ല, എല്ലാവരും ഡിറ്റോടും. ഒരു ചടങ്ങ്, ആരും ഇത് നോക്കൊന്നുമില്ല. അങ്ങനെ ഇരിക്കെ കൃത്യമായിട്ട് വരുന്ന 2 ആളുകളുണ്ട്. അതിലൊരാൾക്ക് ജീവിതത്തിൽ ഒരു തവണ 10-20 മിനിറ്റ് ലേറ്റായി. അയാൾ പേരെഴുതി രാമൻകുട്ടി 10:20. ഭാര്യയ്ക്ക് പ്രസവവേദന തുടങ്ങി. അപ്പോൾ ആസ്പത്രിയിൽ അഡ്മിറ്റ് ചെയ്യാൻ പോയി. അതന്നെ പാവം ശുദ്ധാത്മാവ് എഴുതി. പിന്നെ വരുന്നവരൊക്കെ പേരെഴുതും, സമയം എഴുതും, ഡിറ്റോ. എല്ലാവരുടെ ഭാര്യയ്ക്ക് അന്ന് ആ പ്രസവവേദന. ഒരു ചടങ്ങ്. അതുപോലെ നമ്മുടെ ഭക്തി വെറും ചടങ്ങായിട്ട് മാറി. ഒരാളൊന്ന് കാണിച്ചാൽ അത് കാണിക്കുക എന്നുള്ളത് മാത്രം. ഗുരുവായൂരിലൊക്കെ പോയാൽ കാണാം, എൻ്റെ ഈശ്വര, തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഭക്തന്മാർ വന്നാൽ അവിടെ അയ്യപ്പൻ്റെ അമ്പലത്തിൻ്റെ മുമ്പിൽ സ്വാമി നാമം ചോദിച്ചിരുന്നിരുന്നു. അയാളെ അറിയാണ്ട് ചവിട്ടിയൊരു സ്വാമി. അപ്പോൾ അയാൾ തൊട്ട് തലയിൽ വെച്ചു. പിന്നെ വരുന്ന സകല സ്വാമിമാർ ഇയാളെ തൊട്ട് തലയിലേക്കാണ്. അങ്ങനെ അയാളെ എണീറ്റ് പോയി അവിടുന്ന് സ്വാമിജി. അതായത് ഒരു ചടങ്ങായി മാറി നമ്മുടെ ഭക്തി. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. ഉറച്ച വിശ്വാസം. പാഞ്ചാലി 1 കൊല്ലക്കാലത്തെ ഏകാദശി വ്രതം ആചരിച്ചു വരികയാണ്. അതിൻ്റെ സമാപന ദിവസം തലേ ദിവസം പറഞ്ഞു ധർമ്മപുത്രരോട്, നാളെ ഏകാദശി കാലം കൂടുന്ന ദിവസമാണ്, ഭഗവാനും കൂടി വന്നാൽ തിരക്കിടില്ല എന്ന് പറഞ്ഞു. അതിനെന്താ ഭീമ, ഭഗവാനെ വിളിച്ചു കൊണ്ടുവരും, നാളെ ഏകാദശി കാലം കൂടുന്ന ദിവസമാണ്, ഭഗവാനും കൂടെ വന്നാൽ തിരക്കിടില്ല എന്നാണ് ദ്രൗപദിയുടെ അഭിപ്രായം. അതിനെന്താ ഞാൻ വിളിക്കാലോ പറഞ്ഞു. എന്നിട്ട് പോകുന്നില്ല. അപ്പോൾ നീ പോകുന്നില്ല, ഞാൻ എപ്പോഴാണ് വരണ്ട ഏട്ടൻ പറഞ്ഞോളൂ, ഞാൻ കൊണ്ടുവന്നോളാം. പിറ്റേ ദിവസം രാവിലെ, അപ്പം നീ പോകുന്നില്ലേ, എപ്പോഴാണ് ഭഗവാനെ ആവശ്യിച്ച അപ്പം പറഞ്ഞോളൂ, ഞാൻ കൊണ്ടുവരാം. ഏതാണ്ട് ഉണ്ണാറായപ്പോൾ പറഞ്ഞു, എന്നാൽ ഭഗവാൻ വരേണ്ട നേരായി പറഞ്ഞു. ഭീമൻ അകത്തേക്ക് പോയിട്ട് ആ ഗത എടുത്തിട്ട് ചുമലിൽ വെച്ചിട്ട് മുറ്റത്തേക്ക് ഇറങ്ങുക. ഈ ഭഗവാനെ കൂട്ടിക്കൊണ്ടുവരാൻ എന്തിനാ ഇത്ര വലിയ ഭാരിച്ച ഗത എടുക്കുന്നത്? ഭീമൻ അങ്ങനെയാണല്ലോ യാത്ര. ആ ഗത എടുത്ത് എല്ലാവർക്കും അത്ഭുതമായി. ഗത എടുത്ത് മുറ്റത്തിറങ്ങിയിട്ട് ആ ഗത ഇങ്ങോട്ട് ചുഴറ്റിയിട്ട് ആകാശത്തേക്കിട്ട് ഒരു ഏറാണ്. അത് വളരെ ഉയരത്തിൽ പോയി അതിങ്ങോട്ട് വന്ന് വീണാൽ ഭൂമി അങ്ങോട്ട് കുഴിഞ്ഞു പോകും. അതിങ്ങോട്ട് ഗത വന്ന് വീഴുന്ന നേരത്തെ ഭീമൻ അതിൻ്റെ നേരെ ചോട്ടിൽ മലർന്നങ്ങോട്ട് കിടന്നു. ഭീമൻ്റെ മാറത്തായി ഗത വീഴ. പിന്നെ ഭീമനില്ല. അത്ര ഭാരിച്ച ഗതയാണ്. ആ സമയത്ത് പെട്ടെന്ന് ഭഗവാൻ വന്ന് പിടിച്ച്, എന്താ ഭീമ നീ കാണിക്കണതേ ചോദിച്ചിട്ട്, അല്ല അങ്ങേ കൊണ്ട് ഇവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഭീമൻ അറിയാം. അതാണ് വിശ്വാസം. ഈ ഭീമൻ ഇവിടെ നിലനിൽക്കണമെന്ന് ഭഗവാൻ ആവശ്യമുണ്ടെങ്കിൽ ഭഗവാൻ ഇവിടെ വരും, ഗത പിടിക്കും. ഇല്ലെങ്കിൽ പക്കോട്ടെ, എന്നെ കൊണ്ട് ആവശ്യമില്ലെങ്കിൽ ഞാനെന്തിനാ അവിടെ ഇരിക്കണത്. ആ ഉറച്ച വിശ്വാസം, അതാണ് ശ്രദ്ധ. അങ്ങനെ ശ്രദ്ധയോടുകൂടി കേട്ടാൽ എല്ലാ ഭയത്തിൽ നിന്നും മുക്തനാകാൻ സാധിക്കും. അതാണ് സാധിക്കും. അത് നമുക്കും സാധിക്കണം. അത് ഭക്തി കൊണ്ട് സാധിക്കും, യാതൊരു സംശയവും വേണ്ട. അതാണ് സാധിക്കണം. ഏവൈ ഭഗവതാ പ്രോക്ത ഉപായ ഹ്യാത്മലബ്ധയെ അഞ്ചപുംസാം അവിദുഷാം വിദ്ധി ഭാഗവതാൻ ഹിതാൻ. ഏവൈ ഭഗവതാ പ്രോക്ത ഉപായ ആത്മജ്ഞാനം ഉണ്ടാകാനായിട്ട് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുള്ള ഉപായങ്ങൾ 5 പുംസാം അവിദുഷ. അജ്ഞാനികൾക്ക് വളരെ വേഗത്തിൽ ആത്മപ്രാപ്തി ഉണ്ടാകാനായിട്ട് ഭഗവാൻ തന്നെ അരുളി ചെയ്ത സരളമായ ഉപായങ്ങൾ എന്തോ അതാണ് ഭാഗവത ധർമ്മങ്ങൾ. വളരെ ലളിതമായിട്ടുള്ള കാര്യങ്ങൾ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അജ്ഞാനികൾക്കുള്ളതാണ്. ജ്ഞാനികളെ സംബന്ധിച്ച് അവർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള ഉപായങ്ങൾ വേറെ ധാരാളമുണ്ട്. പക്ഷെ അത് കഠിനമാണ്, ദുർഗമമാണ്. അതെല്ലാവർക്കും ആചരിക്കാൻ സാധിക്കില്ല. ഇത് ഭക്തന്മാർക്ക് ഇത് വളരെ ലളിതമായ മാർഗമാണ് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളത്. ജ്ഞാനികൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള അനേകം മാർഗങ്ങൾ, അത് ധ്യാനമാർഗമാണ്, ഉപനിഷത്ത് മാർഗം, അതൊക്കെ പഠിക്കുക വളരെ കഠിനമാണ്. ഇപ്പോൾ കുണ്ടലിനി ഉണർത്തുക അങ്ങനെയൊക്കെ ഉണ്ട്. കുണ്ടലിനി ഉണർത്തുക പറഞ്ഞാൽ വളരെ ക്ലേശമാണ്. അനേക പൂർവ്വജന്മ സംസ്കാരമുള്ള ഒരാൾക്കേ അത് സാധിക്കുള്ളൂ. മൂലാധാരിക്കത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തി സുഷുമ്നയിലൂടെ കൊണ്ടുവരണം. ഇടാപിങ്കള 2 നാടുകളിലൂടെയുള്ള പ്രാണന്റെ വ്യാപാരം നിയന്ത്രിച്ച് പ്രാണായാമമൊക്കെ ശീലിക്കണം. എന്നിട്ട് സുഷുമ്നയിലൂടെ പ്രാണൻ വ്യാപരിക്കണം. അപ്പോഴാണ് മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തി കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അങ്ങനെ പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണാകുന്നതാണ്. ആ മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തി 6 ആധാരങ്ങളിലൂടെ ഉയർത്തി ആ സഹസ്രാരപത്മത്തിൽ എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സാധിച്ചാൽ അയാൾ സർവജ്ഞനാകും. അയാൾക്ക് പിന്നെ അറിയാത്ത ഒരു വിഷയവുമില്ല. എവിടെ ഇരുന്നു കൊണ്ട് ലോകത്ത് എവിടെ നടക്കുന്ന കാര്യങ്ങളും അയാൾക്ക് അറിയാനായിട്ട് സാധിക്കും. നിത്യാനന്ദ സ്വാമികൾ ബോംബെയിൽ വജ്രേശ്വരിയിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു, അതാ ഫാക്ടറിക്ക് തീപിടിച്ചു എന്ന്. ആർക്കും മനസ്സിലായില്ല. പിറ്റേ ദിവസം പത്രം വന്നപ്പോൾ അമേരിക്കയിൽ ഒരു ഫാക്ടറിക്ക് തീപിടിച്ചതാണ് ബോംബെയിൽ വജ്രേശ്വരിയിൽ ഇരിക്കുന്ന നിത്യാനന്ദ സ്വാമികൾ പറയുന്നത്. അതാണ് കുണ്ടലിനി ഉണർന്നു കഴിഞ്ഞാൽ സർവജ്ഞനാകും.
പക്ഷെ അതൊക്കെ പ്രായോഗികമാണോ? സാധാരണക്കാരന് പറ്റുമോ ചോദിച്ചാൽ പറ്റും. ഇപ്പം എല്ലാറ്റിനും പോസ്റ്റൽ ട്യൂഷൻ വരണ്ട. 3 മാസത്തെ 6 മാസത്തെ കോഴ്സ് 1.5 ലക്ഷം ഉറുപ്പ്യ അടച്ചാൽ അതിൽ അറ്റൻഡ് ചെയ്താൽ 3 മാസം കൊണ്ട് കുണ്ടലിന് ഉണർത്തി കൊടുക്കാം. വടക്കേ ഇന്ത്യയിൽ എല്ലാറ്റിനും ഇപ്പോൾ കോഴ്സാണല്ലോ. അതിന് കാശ് കൊടുക്കാനും ആളുണ്ട്, പണം ഇഷ്ടം പോലെ ഉണ്ട്. 1.5 ലക്ഷം ഉറുപ്പ്യ അടച്ചു. ആദ്യം പണം അടയ്ക്കണം നിർബന്ധമാണ്. ആ റെസീറ്റിലുണ്ടാവും ഒരു കാരണവശാലും പണം തിരിച്ചു കൊടുക്കുന്നതല്ല, കുണ്ടലിന് ഉണർന്നാലും ഉണർന്നില്ലെങ്കിലും. എന്നിട്ട് എല്ലാവരെയും വജ്രാസനത്തിലോ പത്മാസനത്തിലോ ഇരുത്താണ് വരിയായിട്ട്. എന്നിട്ടൊരു മന്ത്രം ഉപദേശിച്ചു കൊടുക്കും. എന്നിട്ട് ഭ്രൂമധ്യത്തിൽ ധ്യാനിക്കുക, ഈ മന്ത്രം ജപിക്കുക. വേറെ ഒരു വിഷയവും ചിന്തിക്കരുത്. ഭാര്യയോ മക്കളോ കുടുംബമോ കൃഷിയോ ഒന്നും ചിന്ത പാടില്ല, ഇത് മാത്രം. അങ്ങനെ നിങ്ങൾ ധ്യാനത്തിലിരുന്നാൽ നിങ്ങൾക്ക് സ്വയം അനുഭവമാവും. മൂലാധാരത്തിലെ കുണ്ടലിനി ശക്തി സഹസ്രാരപത്മത്തിലൂടെ ഇങ്ങനെ ഉയർന്നു വരുന്നതായിട്ട് നിങ്ങൾക്ക് അനുഭവമാകും. അഥവാ വിഷയചിന്ത വല്ലതും വന്നാൽ കുണ്ടലിന് ഉണരില്ല, പിന്നെ ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, അടച്ചത് പോയ തന്നെ എന്നർത്ഥം. അങ്ങനെ വജ്രാസനത്തിനോ പത്മാസനത്തിനോ ഒക്കെ ഇരിക്കുകയാണ് കുറേ ആളുകൾ. ചിലപ്പോൾ അവരുടെ ആളുകളുണ്ടാവും, നമുക്കറിയില്ലല്ലോ ആരൊക്കെ ഇരിക്കണമെന്ന്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞാൽ ചോദിക്കും ആചാര്യൻ, നിങ്ങളുടെ കുണ്ടലിനി എവിടെ എത്തി? അപ്പം കിതറഹേ കുണ്ടലിനി, ഇപ്പം നിങ്ങളുടെ കുണ്ടലിനി എത്ര ഉയർന്നു എന്ന്. ആദ്യത്തെ ആൾ 2 ഇഞ്ച് ഊപ്പർ, 2 ഇഞ്ച് ഒരാഴ്ചയായിട്ടാ. നീ എന്തൊക്കെയോ വേണ്ടാത്തത് ചിന്തിച്ചു കൊണ്ടിരിക്കണം. പിന്നെ കുണ്ടലിനോട് ഞങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല, മനസ്സ് ഏകാഗ്രത വേണം, മറ്റൊരു വിഷയവും ചിന്തിക്കാൻ പറ്റില്ല. വേണ്ട ശകാരം. ഇതടുത്ത ആൾ കേൾക്കുക, എൻ്റെ 1.5 ലക്ഷം പോയി, ഇനി ഇയാളുടെ ശകാരവും കേൾക്കണോ? അയാൾ 3 ഇഞ്ച് ഊപ്പർ, 3 ഇഞ്ച് ആക്കും അയാൾ ചീത്ത പറയും. അങ്ങനെ ഓരോരുത്തരെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. ഒരാളോട് അപ്പം ഇതറഹേ കുണ്ടലിനി എവിടത്തെ കുണ്ടലിനി ചോദിച്ചപ്പോൾ അയാൾ പറയും ഇതറഹേ, ഈ വാരിയുടെ അവിടെ നട്ടലിൻ്റെ ഉള്ളിലൂടെയാണ് സുഷുമന നാടി, അതിലൂടെയാണ് കുണ്ടലിനി ഉണരേണ്ടത്. ഇതറഹേ പറഞ്ഞപ്പോൾ അതൊരു അത്ഭുതമായി. ഇവർ ജുബ്ബ പൊതിച്ച് നോക്കുമ്പോൾ ഒരു മൂട്ട ഇങ്ങനെ അരിച്ച് കയറിയിട്ട് ഇവിടെ വന്ന് കടിക്കുക. അപ്പം ഇയാൾ വിചാരിച്ചു കുണ്ടലിനി ഉണർന്നു വരാം. ഇതൊന്നും പ്രായോഗികമായിട്ടുള്ളതല്ല. അഞ്ചപ്പുംസാം അവിദുഷാം, അജ്ഞാനികൾക്ക് വളരെ ലളിതമായ രീതിയിൽ ആത്മജ്ഞാനം ഉണ്ടാകാനുള്ള മാർഗങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഭാഗവത ധർമ്മങ്ങൾ. അത് സാത്വസ്മിൻ പരമപ്രേമരൂപ. ഭാഗവത ധർമ്മം പ്രേമപൂർണമായിട്ടുള്ള മാർഗമാണ്, വളരെ ലളിതമാണ്, പ്രേമപൂർണമാണ് എന്നുള്ളതാണ്. അപ്പം സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി. എല്ലാ ധർമ്മങ്ങളും വിട്ട് എന്നെ ആശ്രയിച്ചുള്ളൂ, ഞാൻ നിങ്ങളെ രക്ഷിച്ചോളാം. ഭഗവാന്റെ വാക്കാണ്. അതാ ഗോപസ്ത്രീകൾ ഭർത്താക്കന്മാർ പറഞ്ഞിട്ടൊന്നും കൂട്ടാക്കാതെ ഭഗവാന്റെ അടുത്തേക്ക് ഓടിപ്പോയില്ലേ. പിന്നെ തിരിച്ചു പോകുമ്പോൾ ഭർത്താക്കന്മാർ ദേഷ്യപ്പെടും. ഒന്നും ദേഷ്യം അവർക്കൊക്കെ തോന്നി, ഇവർക്കെങ്കിലും തോന്നിയാലോ, ഞങ്ങൾക്ക് ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ തോന്നിയാലോ. അവർക്ക് പശ്ചാത്താപമുണ്ടായി, അവർ രക്ഷപ്പെട്ടു, അവരൊക്കെ മുക്തകളായിട്ട് തോന്നും. അതാണ് ആ പ്രേമം കൊണ്ട്, ഭഗവാനിലുള്ള പ്രേമം കൊണ്ട് എന്തും നേടാൻ സാധിക്കും. ഗോപസ്ത്രീകൾ വാസ്തവത്തിൽ അവർ ഭഗവാനെ പരമാത്മാവായിട്ടൊന്നുമല്ല ആദ്യം കണ്ടത്. ജാരാത്മന ന പരമാത്മതയാ സ്മരന്ത്യോ നാര്യോഗത പരമഹംസഗതിം ക്ഷണേന. അവരുടെ ഒരു ജാരനായിട്ടാണ് കൃഷ്ണനെ കണ്ടത്, അല്ലാണ്ട് പരമാത്മാവായിട്ടൊന്നുമല്ല. എന്നിട്ടും അവർ പരമഹംസന്മാർക്ക് എത്തിപ്പെടാവുന്ന ഉന്നത പദവിയിൽ എത്തിച്ചേർന്നവർ. എന്താ? ഭഗവാനുമായിട്ടുള്ള നിരന്തരം സംസർഗം ഹേതുവായിട്ട്. അല്ലാണ്ട് ഗോപസ്ത്രീകൾ വലിയ വിദ്യാഭ്യാസം തന്നെ. തേനാധീത ശ്രുതികണാഹ, ഇവർ വേദമൊന്നും പഠിച്ചിട്ടില്ല. നോപാസിത മഹത്തമാഹ, വലിയ ആചാര്യന്മാരുടെ കീഴിൽ ശാസ്ത്രം പഠിച്ചിട്ടില്ല. അവ്രതാദത്ത തപസ, കഠിനമായ വ്രതം തപസ് ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ടും മാമുപാഗത, ഭഗവാനോടുകൂടി ചേർന്ന്. എന്തുകൊണ്ട്? എങ്ങനെ? സത്സംഗ, നിരന്തരം ഭഗവാനോടുകൂടിയുള്ള സംസർഗം കൊണ്ട് ഈ ഗോപസ്ത്രീകൾ മുക്തകളായിട്ട് തീർന്നു എന്നുള്ള. അപ്പം അതുകൊണ്ട് ലളിതമായ മാർഗം, വളരെ വേഗത്തിൽ ആ ഭക്തിയെ പ്രാപിക്കാനുള്ള മാർഗങ്ങൾ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അതാണ് ഭാഗവത ധർമ്മങ്ങൾ എന്ന് പറഞ്ഞാൽ. ഈ ജീവിതം അന്ധമായിട്ടുള്ള ഒരു യാത്രയാണ്. ശരീരമാണ് ഈ ജീവിതമാകുന്ന യാത്രയ്ക്കുള്ള വാഹനം. ഇന്ദ്രിയങ്ങളാണ് കുതിരകൾ. നമ്മുടെ ശരീരത്തെ വലിച്ചു കൊണ്ടുപോകുന്നത് ഇന്ദ്രിയങ്ങളാണല്ലോ. ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോകുന്നിടത്തേക്കാണ് നമ്മൾ പോകുന്നത്. വിഷയങ്ങളിലേക്കാണ് ലക്ഷ്യം, അവിടേക്കാണ്. മനസ്സാണ് കടിഞ്ഞാൺ. മനസ്സ് അനുവദിച്ചു കൊടുത്താലേ ഇന്ദ്രിയങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റുള്ളൂ. ആ മനസ്സാണ് കടിഞ്ഞാൻ. സൂതൻ, ഈ തേര് തെളിക്കുന്ന ആൾ ബുദ്ധിയാണ്. ഈ ബുദ്ധിയുടെ കഥ, അന്ധനാണ്. ബുദ്ധിക്ക് കണ്ണ് കാണില്ല, ലക്ഷ്യമില്ല, മാർഗവുമില്ല. ബുദ്ധിയോട് ചോദിക്കൂ, എവിടുന്നാണ് ഈ ശരീരം എടുത്തത്? എന്താ ഈ മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ടത്? അതൊന്നും അറിയില്ല. അന്നൊന്ന് തോന്നിയതുപോലെയൊക്കെ പ്രവർത്തിക്കും, ബുദ്ധിക്ക് തോന്നിയതുപോലെ. അതല്ലേ ഇപ്പം നമ്മുടെയൊക്കെ അവസ്ഥ. അവസാനം ഈ വാഹനം എവിടെയെങ്കിലും കുണ്ടിലോ കുഴിയിലോ പോയിട്ട് വീഴും. അതാണ് മരണം. മരിച്ചു കഴിഞ്ഞാലും എന്ത് ചെയ്യും നമ്മൾ? പിന്നെ വാഹനം മാറും. ശരീരം പോയാൽ വേറെ ശരീരം സ്വീകരിക്കും, അടുത്ത ജന്മം. അപ്പോഴും ഈ ഡ്രൈവർ സൂതൻ അപ്പോഴും ബുദ്ധി തന്നെയാണ്, കണ്ണ് കാണാത്ത ആൾ തന്നെ. പിന്നെ എങ്ങനെ ലക്ഷ്യത്തിൽ, ഒരു കാലത്തും ലക്ഷ്യത്തിലെത്തില്ല. ഒന്നുകിൽ നമ്മൾ ഈ കണ്ണിന്, പിന്നെ ബുദ്ധിക്ക് കണ്ണ് കാണാറാക്കുക, ലക്ഷ്യബോധം ഉണ്ടാക്കി കൊടുക്കണം. അതാണ് ഉപനിഷത്തുകളും ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ട് എന്താണ് മനുഷ്യ ജീവിതത്തിൻ്റെ ലക്ഷ്യം, എങ്ങനെ ജീവിച്ചാൽ ലക്ഷ്യത്തിലെത്താം എന്നുള്ള ജ്ഞാനമാർഗം. അല്ലെങ്കിൽ പിന്നെ ഭക്തി മാർഗമാണ്. കടിഞ്ഞാൻ ഈ കണ്ണ് കാണുന്ന ഭഗവാനെ ഏൽപ്പിക്കുക. മനസ്സാകുന്ന കടിഞ്ഞാൻ, ഭഗവാനെ എനിക്കൊന്നും അറിയില്ല, അങ്ങനെ വേണ്ട നിറവഴിക്ക് നടത്തോളാം. അങ്ങനെ ഭഗവാനെ ശരണാഗതി, അതാണ് നമുക്ക് ലളിതമായിട്ടുള്ളത്. അല്ലാണ്ട് ഉപനിഷത്തുകളോ ശാസ്ത്രങ്ങളോ ഒക്കെ പഠിച്ച്
കുണ്ടലിനെ ഉണർത്താനൊന്നും പോയാൽ നടപ്പില്ല. അതുകൊണ്ട് എനിക്കൊന്നും അറിയില്ല ഭഗവാനെ, അങ്ങ് സർവജ്ഞനാണ്, അങ്ങ് എന്നെ നയിക്കുക, എന്നെ അങ്ങ് രക്ഷിക്കണം, അല്ലാണ്ട് എനിക്ക് രക്ഷയില്ല എന്ന് പറഞ്ഞ് ഭഗവാനെ ശരണം പ്രാപിക്കുക. അതാണ് രക്ഷമാം ശരണാഗതം പക്ഷിവാഹന പത്മജാരമണ പന്നക ശയന പത്മനാഭ പ്രഭോ രക്ഷമാം ശരണാഗതം. ശരണാഗതനായ എന്നെ ഭഗവാനെ അങ്ങ് രക്ഷിക്കണം. എനിക്കറിയില്ല. അപ്പം ഭഗവാനെ ആശ്രയിച്ചാൽ പിന്നെ ഭഗവാൻ നമ്മളെ രക്ഷിച്ചോളും. ഭഗവാന്റെ ചുമതലയാണ്. യാനാസ്ഥായ നരോരാജൻ ന പ്രമാദ്യേത കർഹിച്ചിത് ധാവൻ നിവീല്യവാനേത്രേ ന സ്ഖലേന്ന പദേതിഹ. യാനാസ്ഥായ നരോരാജൻ, ആ ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ എന്നെ പ്രമാദ്യേത, പിന്നെ അവന് തെറ്റുപറ്റില്ല. ധാവൻ നണ്ണടച്ചോടിയാലും അവൻ വീഴില്ല. കാരണം കണ്ണ് കാണുന്ന ആളെ പിടിച്ചിട്ടുണ്ടല്ലോ നമ്മളെ, ഭഗവാൻ നമ്മളെ പിടിച്ചിട്ടുണ്ടല്ലോ, പിന്നെ നമ്മൾ വീഴില്ല കണ്ണടച്ചോടിയാലും. പിന്നെ എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ല. ഭഗവാനെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ആ മൃത്യുഭയത്തിൽ നിന്ന് പോലും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അതിന് സർവാത്മന കായേന വാച മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ അനുസൃത സ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയത്തത്. നമ്മൾ ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ബുദ്ധി കൊണ്ടോ ചെയ്യുന്ന എന്തൊരു പ്രവൃത്തിയും ഭഗവാന്റെ പാദത്തിൽ അങ്ങോട്ട് സമർപ്പിക്കുക. അതാണ് ശരണാഗതൻ എന്ന് പറയും. ഏതെങ്കിലും നമ്മളൊക്കെ എല്ലാ കീർത്തനങ്ങളും മിക്കവാറും അങ്ങനെ ചരണമേ ശരണം അയ്യപ്പ ശബരിഗിരീശ്വര അയ്യപ്പ നിൻ ചരണമേ ശരണം അയ്യപ്പ. ഇഷ്ടദേവൻ ആരായാലും വിരോധമില്ല, ഈശ്വരൻ ഒന്നല്ലേ ഉള്ളൂ. അയ്യപ്പനാവട്ടെ സുബ്രഹ്മണ്യനാവട്ടെ ശാസ്താവ് ആരായാലും വിരോധമില്ല. ആ ഭഗവാനെ ശരണം പ്രാപിച്ചാൽ ഭഗവാൻ എല്ലാം ഒന്ന് തന്നെയാണ്. സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ഛതി. ആര് നമസ്കരിച്ചാലും അതൊക്കെ ചെന്ന് ചേരുന്ന ഒരു ദിക്കിലാണെന്ന് പറഞ്ഞ് ഭഗവാന്റെ പാദത്തെ ആശ്രയിക്കുക. ആ സമർപ്പണ ഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാപകർമ്മങ്ങൾ ചെയ്യാൻ സാധ്യമല്ലാത്ത ഒരവസ്ഥയിലെത്തും നമ്മൾ. ഇപ്പോൾ ശ്രീരാമകൃഷ്ണദേവൻ്റെ ഒരു ഭക്തനാണ് ഗിരീഷ് ചന്ദ്രഘോഷ്, മുഴുക്കുടിയനാണ്. അദ്ദേഹം പറയും, ശ്രീരാമകൃഷ്ണദേവൻ അവതാര പുരുഷനാണോ എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്നെ നോക്കൂ, ഞാൻ കുടിച്ച കുപ്പികൾ കൂട്ടിവെച്ച ഹിമാലയത്തെ പർവ്വതത്തിനേക്കാൾ ഉയരണ്ടാവും, അത്ര കുടിച്ചിട്ടുണ്ട്. പക്ഷേ ശ്രീരാമകൃഷ്ണദേവൻ എന്നെ ഈ നിലയിലെത്തിച്ചു. ശ്രീരാമകൃഷ്ണദേവൻ പറഞ്ഞു ഗിരീഷ് ചന്ദ്രഘോഷിനോട്, നീ ഈ മദ്യപിക്കുന്ന സമയത്ത് ആ അമ്മയെ ഒന്ന് ധ്യാനിച്ചിട്ട് വെള്ളം കുടിക്കുക, അല്ലെങ്കിൽ കിടന്നുറങ്ങുന്ന സമയത്ത് അമ്മയെ ഒന്ന് ധ്യാനിക്കുക. പറ്റില്ല കേട്ടോ പറഞ്ഞു. എപ്പോഴാണ് ഉറങ്ങുക, എവിടെ വീണിട്ട് ഉറങ്ങാൻ അറിയില്ല, ബോധമില്ലാണ്ട്. അപ്പം എങ്ങനെ അമ്മയെ ധ്യാനിക്കുക? എന്നാൽ ഉണരുമ്പോൾ അതൊന്നും പറ്റില്ല. അവസാനം പറഞ്ഞ ഒരു കാര്യം ചെയ്യുക, നീ ചെയ്യണ പാപത്തിൻ്റെ ഫലം മുഴുവനും ഞാൻ അനുഭവിക്കും, നിന്റെ തീർ എഴുതി തരാം. നീ എന്ത് പാപം ചെയ്താലും അതിൻ്റെ ഫലമൊക്കെ ശ്രീരാമകൃഷ്ണദേവൻ അനുഭവിക്കും, ഞാൻ അനുഭവിക്കും. അത് പിന്നെ വിഷമമില്ല പറഞ്ഞു. അങ്ങനെ ഞാൻ എന്ത് പാപം ചെയ്താലും അതിൻ്റെയൊക്കെ ഫലം ശ്രീരാമകൃഷ്ണനോട് വലിയ ഭക്തിയാണ് അനുഭവിക്കുക. ആ തീർ എഴുതി കൊടുത്തു. പിന്നെ കുടിക്കാൻ ഇത് എടുക്കുമ്പോൾ ശ്രീരാമകൃഷ്ണദേവനെ കുറിച്ച് ഓർക്കാം, അയ്യോ ആ ഒരു മഹാത്മാവ് ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലമൊക്കെ അയാൾ അനുഭവിക്കുക. അങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് അയാൾ പരമഭാഗവതോത്തമനായി. അപ്പം അദ്ദേഹം പറയാണ്, ശ്രീരാമകൃഷ്ണദേവൻ അവതാര പുരുഷനാണോ നിങ്ങൾക്ക് സംശയമുണ്ടോ? എന്നെ നോക്കൂ, എന്നെപ്പോലൊരു മുഴുക്കുടിയനെ ഈ നിലയിൽ എത്തിക്കണമെങ്കിൽ ഒരു അവതാര പുരുഷനല്ലാണ്ട് ഒരാൾക്ക് സാധിക്കില്ല. ആ ഭഗവാനിലുള്ള ശരണാഗതിയാണ്, അതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. അപ്പോൾ ഇവിടെ രക്ഷപ്പെടാൻ അത് മാത്രമേ വഴിയുള്ളൂ, ഭഗവാനെ ആശ്രയിക്കുക. ഈ പലതായിട്ടുള്ള തോന്നൽ മാറുക, അതായത് നാനാത്വബോധമാണ് എല്ലാ ദുഃഖത്തിനും കാരണം. ഭയം ദ്വിതീയാഭിനിവേശത സ്യാത് ഈശാദപേതസ്യ വിപര്യോ അസ്മൃതി തന്മായയാതോ ബുധ ആപചേത്തം ഭക്തൈകയേശം ഗുരുദേവതാത്മാ ഭയം ദ്വിതീയാഭിനിവേശത സ്യാത്. നാനാത്വം പലതുണ്ട് എന്ന് വരുമ്പോഴേ നമുക്ക് ഭയമുള്ളൂ. എനിക്ക് ഭയമാണ്. ആരെ ഭയം? ഇന്നാളെ ഭയമാണ്, ഇന്നതിനെ ഭയമാണ്. രണ്ടാമതൊന്നുണ്ടെങ്കിലല്ലേ ഭയമുള്ളൂ. ഈശാദപേതസ്യ വിപര്യോ അസ്മൃതി. ഈശ്വരവിശ്വാസം ഇല്ലാത്ത ഒരാൾക്ക് വിസ്മൃതി, ഭ്രമമുണ്ടാകുന്നു, തന്നെത്താനേ മറക്കുന്നു. ഇതെന്താ കാരണം? മായയുടെ പ്രഭാവമാണ്. അതുകൊണ്ട് നമ്മൾ എന്ത് വേണം? മായയാതോ ബുധ ആപചേത്തം. ജ്ഞാനിയായിട്ട് വിവേകമുള്ള ഒരാൾ ഭക്തൈകയേശം, ഭക്തി കൊണ്ട് ആ ഭഗവാനെ തന്നെ ആശ്രയിക്കുക. ഭഗവാനിൽ നിന്നുണ്ടായ മായ നമ്മെ ബാധിക്കരുത്. ഐശ്വര്യമായ ഈശ്വരൻ്റേതാണ് മായ, അത് മോഹിപ്പിക്കരുത് എന്ന് പറഞ്ഞ് ഭഗവാന്റെ തന്നെ പാദത്തെ ആശ്രയിക്കുക. അത് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. എന്നാൽ നമുക്ക് രക്ഷപ്പെടാം. നമ്മളെ മറക്കുകയാണ് മായയിൽ കുടുങ്ങിയിട്ട്. ഞാൻ ആരാ എനിക്കറിയില്ല, ഈ ശരീരമാണെന്ന് എത്രയൊക്കെ പഠിച്ചാലും പിന്നെ ഈ ശരീരമാണെന്ന് ബോധിക്കണു. അപ്പം ഞാനൊന്ന് ഭേദം വെച്ചില്ല എന്നൊക്കെ ചോദിക്കുമല്ലോ. നമ്മൾ എന്താ ഭേദം വെച്ചത്? കുറച്ച് വീതി കൂടി വണ്ണം കൂടി. അതിൻ്റെ അർത്ഥം എന്താ? എല്ലാ രോഗത്തിനും ഇവിടെ സീറ്റ് അറേഞ്ച്മെൻ്റ് ഇടഞ്ഞ് വരാത്തവർക്കൊക്കെ വരാം. പ്രഷറുണ്ട്, ഷുഗറുണ്ട്, എന്തൊക്കെ വേണമെങ്കിൽ വരാം. ഇതാണ് ഞാൻ ഭേദം വെച്ചു. ഇതാ ഭേദം വെക്കല്. ഞാൻ ഈ ദേഹമല്ല എന്ന് ബോധിക്കണ്ടേ, പക്ഷെ അത് ബോധിക്കണില്ല. ആ ആത്മാവിനെ അവനവനെ മറക്കുന്നു. അവനവനെ മറന്നാൽ പിന്നെ കഴിഞ്ഞല്ലോ.
ഞാൻ ആരാണെന്ന ബോധമില്ലെങ്കിൽ പിന്നെ അവൻ എങ്ങനെ ഗതി ഉണ്ടാവുക? അപ്പോൾ വിപര്യയോ അസ്മൃതി, ഈ മറവി ഉണ്ടാവണം. നമ്മളെ മറക്കുന്നു, ലക്ഷ്യബോധം മറക്കുന്നു. നമ്മുടെയൊക്കെ ഈ മറവിയാണ് മുഖ്യമായിട്ടുള്ളത്. ഞാൻ ആരാണ്, എന്തിനാണ് വന്നത്, എന്താണ് ഇവിടെ ചെയ്യേണ്ടത്, എന്താണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം അറിയണ്ടേ? ലക്ഷ്യബോധമില്ലെങ്കിൽ ഒരു രക്ഷയില്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് പ്രഭാഷണം ചെയ്യാനാണെന്ന് ബോധമില്ലെങ്കിലോ? ബോധം ഉണ്ടാവാതിരിക്കാനുള്ള കുറച്ച് മരുന്നൊക്കെ കുടിച്ചിട്ട് ഞാൻ ഇവിടെ വന്നിരുന്നാൽ എന്താവും പ്രഭാഷണം? 2-3 ചെറുപ്പക്കാർ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവിടെ ചെന്നിട്ട് പോർട്ടറെ കണ്ടപ്പോൾ ചോദിച്ചു, വണ്ടി എപ്പോഴാണ് വരിക ചോദിച്ചു. 1/4 മണിക്കൂർ കഴിയുമെന്ന് പറഞ്ഞു. സന്തോഷമായി വരിക, നമുക്കൊന്ന് പോയിട്ട് വരാം, ചെറുപ്പക്കാരല്ലേ, ഒന്ന് വീശി വരാം. ഇവർ കുറച്ച് ദൂരെ പോയിട്ട് വെള്ളമൊക്കെ കുടിച്ച് റെയിൽവേ സ്റ്റേഷനിലേക്ക് വരികയാണ്. അപ്പോൾ നോക്കുമ്പോൾ റോഡിന് വീതി പോരാ, മതിലൊക്കെ മേലുമ്പിൽ വന്ന് മുട്ട. എന്താ ഈ റോഡിൻ്റെ വീതി കുറഞ്ഞു? ഇവർ കാലുറക്കണില്ല, തരി ബോധമില്ലാണ്ട് അവിടെ പോയിട്ട് ഒരാൾ പ്ലാറ്റ്ഫോമിൽ കിടന്നു, ഒരാൾ സിമെൻ്റ് ഇട്ട ബെഞ്ചിൻ്റെ മുകളിൽ കിടന്നു, ഒരാൾ ബെഞ്ചിൻ്റെ മുകളിൽ കിടന്ന ആളുടെ മീതെ കയറി കിടന്നു. 3 തരി ബോധമില്ല. കുറച്ച് കഴിഞ്ഞ് ട്രെയിൻ വന്നു. ട്രെയിൻ വന്നാൽ 1 മിനിറ്റ് നേരം നിൽക്കുക. അതിൻ്റെ ഇടയിൽ ഇറങ്ങാനുള്ളവർക്ക് ഇറങ്ങാനുള്ള ബന്ധപ്പാട്, കയറാനുള്ളവർക്ക് കയറി പറ്റാനുള്ള ബന്ധപ്പാട്. ഇടിച്ച് കയറുകയാണ്. പാവങ്ങൾക്ക് ഇറങ്ങേണ്ടവർക്ക് ഇറങ്ങാൻ പറ്റില്ല. തിരുമേനി ബാഗുമായിട്ട് നിൽക്കേണ്ട ആളിങ്ങനെ കയറി ഇറങ്ങാൻ പറ്റില്ല. വണ്ടി ഇപ്പോൾ 1 മിനിറ്റല്ലേ നിൽക്കുള്ളൂ. അവസാനം തിരുമേനി പറഞ്ഞു, ഒന്നങ്ങോട്ട് മാറി നിൽക്കുക പറഞ്ഞു, നിങ്ങൾക്ക് അടുത്ത വണ്ടിയിലും കയറാൻ, എനിക്ക് ഇതെന്നേ ഇറങ്ങാൻ പറ്റുള്ളൂ പറഞ്ഞു. ഇറങ്ങേണ്ട ആൾക്ക് ആ വണ്ടി നല്ല ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷേ ഇടിച്ച് കയറാണ്. അങ്ങനെ വണ്ടി 1 മിനിറ്റ് നിന്ന് ഇളകിപ്പോയി. അപ്പോൾ ഈ 3 ബോധമില്ലാണ്ട് കിടക്കുക. വണ്ടി ഇളകിയപ്പോൾ പ്ലാറ്റ്ഫോമിലുള്ള ഒരാൾ ഉണർന്നു. അപ്പോൾ വണ്ടി പോകുന്ന കണ്ടപ്പോൾ വേഗം ചാടി എഴുന്നേറ്റ് മെല്ലെ വണ്ടിയിൽ പോയി പിടിച്ച് എല്ലാവരും കൂടെ അതിൻ്റെ ഉള്ളിൽ പിടിക്കൊണ്ട് ഇടിച്ചുകൊണ്ട് രക്ഷപ്പെട്ടു. വണ്ടി ഇങ്ങനെ സ്ലോ മോഷനിൽ നീങ്ങുമ്പോൾ ബെഞ്ചുമ്പോൾ കിടക്കുന്ന ആൾ, അയാളുടെ മീതൊരുത്തൻ, അവൻ ഉണർന്നു. അവൻ വണ്ടി പോകുന്ന കണ്ടപ്പോൾ അവനും ചാടി എഴുന്നേറ്റ് എങ്ങനെയൊക്കെയോ വണ്ടിയിൽ പോയി പിടിച്ചു. ആരൊക്കെ പാടെ അതിൻ്റെ ഉള്ളിൽ പിടിച്ചിട്ടു അവന് രക്ഷപ്പെട്ടു. ഒരുത്തൻ പിന്നെ അവിടെ കിടക്കുക. 2 ആൾ പോയി. അപ്പോൾ പോർട്ടർ ഇത് കണ്ടു. പോർട്ടർ വന്ന് വിളിച്ചു, മനുഷ്യ നിങ്ങൾ പോകണില്ലേ ചോദിച്ചു. അപ്പോൾ ഇയാൾ കണ്ണു തുറക്കുക. അതിന് വണ്ടി വരണ്ടേന്ന്. വണ്ടി വന്നു, നിങ്ങളുടെ കൂട്ടുകാരൊക്കെ പോയി. അവർ പോയോ? പിന്നെ അവർ പോവാതെ? ചേട്ടാ അവന്മാർ പോയോ? അവരെന്നെ യാത്ര അയക്കാൻ വന്നവരാ, അവർ പോയോ ചോദിച്ചു. യാത്ര അയക്കാൻ വന്നവർ വണ്ടി കയറി. ബോധമില്ല, എന്തിനാ വന്നതെന്ന് ബോധം വേണ്ടേ? നമ്മൾ മനുഷ്യനായി ജനിച്ചാൽ എന്തിനാ ജനിച്ചത്, എന്താ സാധിക്കേണ്ടത്, ബോധം വേണം. ഇല്ലെങ്കിൽ അസ്മൃതി, ആ മറവി വന്നാൽ നമ്മളെ മറന്നാൽ പിന്നെ നാശമാണ്. തൻ മായ. എന്താ അങ്ങനെ വരാൻ കാരണം വെച്ചാൽ മായ തന്നെ, ഭഗവാന്റെ മായ എന്നല്ലാണ്ട് എന്താ പറയേണ്ടത്? അത്ഭുതമാണ് മായയുടെ പ്രഭാവം, തൻ മായയാ. അതുകൊണ്ട് അവിദ്യമാനോപ്യവഭാതിഹിദ്വയോ ധ്യാതുർദിയ സ്വപ്നമനോരഥോയത. ഈ മായയിൽ കുടുങ്ങിയിട്ട് ഇല്ലെങ്കിലും പലതും ഉള്ളതായിട്ട് നമുക്ക് തോന്നുകയാണ്. സ്വപ്ന മനോരഥോ, സ്വപ്നമൊക്കെ വാസ്തവത്തിലുള്ളതാണോ? പക്ഷേ ഇല്ലാത്തതാണെങ്കിലും അനുഭവിക്കുമ്പോൾ ഉള്ളതായിട്ട് തോന്നുന്നു. തൃശ്ശൂർ പൂരത്തിന് പോകണമെന്ന് ആഗ്രഹിച്ചു ഒരാളെ, തരായില്ല. എല്ലാവരും പോകുമ്പോൾ വിഷമം, ഒരു തരായി പോലും ഒരു തൊലം തരായി. പൂരം ഒന്ന് കാണണ്ടേ, കേട്ടിട്ടുണ്ട് ഇലഞ്ഞിത്തറമേളം, വെട്ടിക്കട്ട ഒക്കെ എക്സിബിഷൻ. അങ്ങനെ അയാൾ ഒരു തവണ തരായി പോയി. അവിടെ ചെന്നപ്പോൾ വിയൂരെ ബസ് പോകുള്ളൂ, അവിടെ ഇറങ്ങണം, പിന്നെ നടക്കുമൊന്നും വേണ്ട, അവിടെ നിന്നാൽ മതി. ആളുകൾ ഇടിച്ചു കൊണ്ടുപോകും, നിലം തൊടാതെ കൊണ്ടുപോകും, അത്ര ജനത്തിരക്കാണ്. അങ്ങനെ പോയി പൂരപ്പറമ്പിൽ പോയി ആ എക്സിബിഷനൊക്കെ കണ്ടു. ദാഹിച്ചിട്ട് രക്ഷയില്ല. അവിടെ കിട്ടുന്ന വെള്ളം ഏത് പിന്നെ പുഴയിലത്തെ വെള്ളം അവ സർവത്ത് അത് വാങ്ങി കുടിക്കും. വളരെ ക്ഷീണിതനായി. എന്തിനു പറയണോ, ഇലഞ്ഞിത്തറ മേളം കണ്ടു, ഒന്നും പറയണം, പരമാനന്ദമായി. ജീവിതത്തിൽ ഒരു തവണയെങ്കിലും ഇത് കാണാൻ ഞാൻ കുടമാറ്റം, എന്താ രസം, ഇത്തവണയെങ്കിലും സാധിച്ചോല്ലോ. എത്ര കൊല്ലായി ഞാൻ മോഹിക്കണമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പൂരം കണ്ട് നടക്കുമ്പോൾ പെട്ടെന്ന് ആന ഓട്ടിയെന്നൊരു ബഹളം, ആളുകൾ മരണപ്പാച്ചില്. എവിടേക്കാ ഓടുന്നത്, നടക്കാൻ സ്ഥലമില്ല, പിന്നെ എവിടേക്കാ ഓടുന്നത്. അതിൻ്റെ ചിലർ വീണവരുടെ മീതൊക്കെ കയറി ഓടണു ഓരോരുത്തർ. ഇയാൾ ആകെ അയാളെ മേലാരോ ഒന്ന് വീണു, അയാളും വീണു കവണ്. അപ്പോഴേക്കും ആളുകൾ ചടപടാന്ന് ഷൂസും ചെരുപ്പിട്ടിട്ട് ഇയാളുടെ പുറത്തു കൂടെ ഓടുകയാണ്. എണീക്കണമെങ്കിൽ ഒന്ന് മലന്നപ്പോൾ നെഞ്ഞത്ത് കൂടിയാണ് ഓരോരുത്തർ ഓടുന്നത്. അയ്യോ ഒക്കെ പൂരം വേണ്ടായിരുന്നില്ല, ഒന്നും വേണ്ടായിരുന്നില്ല തോന്നി. അപ്പോഴേക്കും ആന ഇയാളുടെ നേരെ ഇങ്ങോട്ട് വന്നു. ആന ഇങ്ങോട്ട് വേണ്ട ഒരു കാലെടുത്ത് ഇയാളെ നെയ്യത്താങ്ങോട്ട് വെച്ചപ്പോഴേക്കും അയ്യോ പറഞ്ഞിട്ട് നിലവിളിച്ച് ആനയുടെ കാല് ഉന്തിയാ പോവോ. അങ്ങനെയായിട്ട് നിലവിളിച്ചപ്പോൾ പെട്ടെന്ന് ഉണർന്നു. ഇത് സ്വപ്നത്തിലാണേ. നോക്കുമ്പോൾ ആനയുടെ കാലല്ല, കുഞ്ഞുമാളുവിൻ്റെ കയ്യാ നെഞ്ഞത്ത്. ഇവിടെ ചോദ്യം, എവിടുന്ന് വന്നു ഈ ആന? എക്സിബിഷൻ, ഇലഞ്ഞിത്തറ, ഇതൊക്കെ സൗജന്യമായിട്ട് കണ്ടു. എവിടുന്ന് വന്നു? അയാളുടെ ഉള്ളിൽ നിന്ന് വന്നു. ഉണർന്നപ്പോൾ ഇതൊക്കെ പോയി, എവിടെ? അയാളിൽ തന്നെ പോയി. അപ്പം നമ്മൾ ഇല്ലെങ്കിലും ഉണ്ടെന്ന് അതാണ് മായയുടെ പ്രഭാവം. ഇല്ലാത്തതൊക്കെ ഉള്ളതുപോലെ തോന്നുക എന്നുള്ളതാണ്. തത് കർമ്മ സങ്കല്പ വികല്പമുഖം മനോമുദോ നിരുന്ധ്യാത് അഭയം തതസ്യ. ഈ മനസ്സിൻ്റെ വിക്രിയകളാണ്. മനസ്സ് സങ്കല്പിക്കുകയാണല്ലോ ഓരോന്ന്. വാസ്തവത്തിൽ അവിടെ ഇലഞ്ഞിത്തറ മേളോ അല്ലെങ്കിൽ കുടമാറ്റോ വല്ലതും അയാൾ കണ്ടു. പക്ഷെ അതൊക്കെ കണ്ടു അയാൾ. എവിടുന്ന് വന്നു ഈ ആനയും കുടമാറ്റവും ഒക്കെ അയാളെ ഉള്ളിൽ നിന്ന് വന്നു. ഉണർന്നപ്പോൾ തൻ്റെ ഉള്ളിൽ തന്നെ പോയി. എക്സിബിഷൻ വരെ കണ്ടു. എന്തൊക്കെയാണ് കണ്ടത്?
അപ്പോൾ തന്നിൽ നിന്ന് തന്നെ എന്തൊക്കെയോ ഉണ്ടാവും. ഈ മായയുടെ പ്രഭാവമാണ്, മനസ്സാണ് എല്ലാറ്റിനും അടിസ്ഥാനം. അതുകൊണ്ട് ആ സങ്കല്പ വികല്പവും മനോബുധോ നിരുദ്ധ, ആ മനസ്സിനെ നിയന്ത്രിക്കാൻ അഭ്യസിക്കണം. അഭയം തതസ്യാത്, മനസ്സ് സ്വാധീനത്തിലായാൽ പിന്നെ നിർഭയനായ ഒരാൾ, അതാണ് അഭ്യസിക്കേണ്ടത്. അതെങ്ങനെ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഈശ്വരനിൽ പരമമായ പ്രേമമുണ്ടായാലേ മനസ്സിലേക്കുള്ളൂ. ശൃണ്ണൻ സുഭദ്രാണി രഥാംഗപാണേ ജന്മാനി കർമാണി ച യാനി ലോകേ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലജ്ജോ വിചരേദസംഗ. ഭഗവാന്റെ സുഭദ്രാണി ശൃണ്ണൻ സുഭദ്രാണി രഥാംഗപാണേ ജന്മാനി കർമാണി ച, ഭഗവാന്റെ അവതാരലീലകൾ ജന്മവും കർമ്മവും ദിവ്യ. ജന്മകർമ്മ ച മേ ദിവ്യം, ഭഗവാന്റെ ജന്മവും കർമ്മവും ദിവ്യമാണ്. നമ്മുടെ ജന്മകർമ്മങ്ങളെ പോലെയല്ല. ഭഗവാൻ എവിടെ ജനിക്കണം എന്ന് ആഗ്രഹിക്കണോ അവിടെ കൂടെ പ്രത്യക്ഷമാണ്. ഭഗവാന്റെ പ്രവൃത്തികൾ നമുക്കൊന്നും ദഹിക്കില്ല. അത് എന്തും ചെയ്യാൻ സാധിക്കും. ഭഗവാൻ എവിടെ വേണമെങ്കിൽ പ്രത്യക്ഷമാവാനും അപ്രത്യക്ഷമാവാനും സാധിക്കും. അപ്പോൾ ജന്മകർമ്മങ്ങൾ ദിവ്യങ്ങളാണ്. ആ ഭഗവാന്റെ ദിവ്യങ്ങളായ ജന്മകർമ്മങ്ങളെ കേൾക്കുക. പിന്നെ ഗീതാനി നാമാനി തദർത്ഥകാനി, ഭഗവാന്റെ നാമങ്ങൾ ഭഗവാന്റെ കീർത്തനങ്ങൾ അതിൻ്റെ അർത്ഥമൊക്കെ വിചിന്തനം ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഗായൻ വിലജ്ജോ, ലജ്ജ വിട്ട് ഭഗവാന്റെ നാമം കീർത്തിക്കാൻ സാധിച്ചാൽ വിചരേ അസംഗ, ഒന്നിനോടും സംഘമില്ലാതെ വിഹരിക്കാൻ അയാൾക്ക് സാധിക്കും. മനസ്സ് ലയിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ, ഈശ്വരനെല്ലാം അങ്ങോട്ട് ലയിക്കുക. നമ്മുടെ മനസ്സ് ഈശ്വരൻ്റെ കീർത്തനങ്ങൾ പാടുക, ഭഗവാന്റെ നാമം ജപിക്കുക. അതെല്ലാം അങ്ങോട്ട് ലയം വന്നാൽ മനസ്സ് തന്നെ ലയിക്കും. അതാണ് അത് മാത്രമേ രക്ഷയുള്ളൂ. അതിന് ഭഗവാന്റെ നാമത്തെ ആശ്രയിക്കുക, കീർത്തനങ്ങളെ ആശ്രയിക്കുക. ജപത ജപത ഹരിനാമ മനോജ, ജപത ജപത ഹരിനാമ മനോജ, ജപത ജപത ഹരിനാമ. ഭഗവാന്റെ നാമത്തെ അല്ലേ മനുഷ്യ നീ ജപിക്കേ ജപിക്കേ ജപിക്കേ. എന്തിന്? അപരിമിതാഖ ഹരവനപായം ആഗമസാധിതോ അമൃതോപായം. ജപത ജപത ഹരിനാമ മനോജ, ജപത ജപത ഹരിനാമ. അപരിമിതാഖഹരം, നമ്മൾ ചെയ്ത പാപത്തിന് കയ്യും കണക്കൊന്നുമില്ല. നമ്മൾ അറിഞ്ഞും അറിയാതെ എന്തെല്ലാം പാപങ്ങളാണ് ചെയ്യണത്. ആ പാപത്തെയൊക്കെ നശിപ്പിക്കാൻ ശക്തിയുണ്ട് ഭഗവാന്റെ തിരുനാമങ്ങൾക്ക്. ഇതാര് പറഞ്ഞു? ആഗമസാധിതം അമൃതോപായം. വേദത്തിൽ പറഞ്ഞ കാര്യം. ഭഗവാന്റെ നാമങ്ങൾക്ക് പാപത്തെയല്ല പാപവാസനകളെപ്പോലും ദഹിപ്പിക്കാനുള്ള ശക്തിയുണ്ടെന്ന് വേദം പറയുന്നു. മാത്രമല്ല അമൃതോപായം, മോക്ഷത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. ആ നാമത്തെ മനുഷ്യ നീ ജപിക്കേ ജപിക്കേ എല്ലാ സമയത്തും. സ്നാനേ പാനേ ശയനേ ഗമനേ ദാനേ ഗാനേ ധർമ്മവിധാനേ ആപതി സമ്പതിഹ അഖില സമയേ ശിപതി ദിനമനു ചിന്തയ ഹൃദയേ. ജപത ജപത ഹരിനാമ മനോജ, ജപത ജപത ഹരിനാമ. സ്നാനേപനെ കുളിക്കുമ്പോൾ, കുടിക്കുമ്പോൾ, കിടക്കുമ്പോൾ, നടക്കുമ്പോൾ, കൊടുക്കുമ്പോൾ എന്ന് വേണ്ട. ആപതി സമ്പതിഹ അഖില സമയ, ആപത്ത് വരുമ്പോഴും സമ്പത്ത് വരുമ്പോഴും എല്ലാ കാലത്തിലും ശ്രീപതി ദീനമനു ചിന്തയ ഹൃദയേ. ശ്രീപതിയുടെ ലക്ഷ്മീവല്ലഭനായ ഭഗവാന്റെ നാമങ്ങളെ മനസ്സിൽ സദാ സ്മരിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ എന്തിനാത്? ജനിമൃതിരോഗരസായനഭൂതം സനകമുഖാഖില സന്മൂനിഗീതോ ശ്രീരാമാച്യുത ശ്രീരമണേതി ശ്രീരാമാച്യുത ശ്രീരമണേതി നാരായണ പത്മ നാഭഹരേതി. ജപത ജപത ഹരിനാമ മനോജ, ജപത ജപത ഹരിനാമ. ജനിമൃതി രോഗരസായന ഭൂതം. ജനിക്കുക മരിക്കുക, ജനിക്കുക മരിക്കുക. എത്ര തവണയായി ഇപ്പം ജനിക്കുന്നു മരിക്കുന്നത്. ഇതൊന്നും രക്ഷപ്പെടണ്ടേ? എന്തൊക്കെ നരകാപട. ജനിക്കുക എന്നുള്ളത് ക്ലേശം. ജനിച്ചാൽ പിന്നെ ഒരുപാട് ദുഃഖങ്ങൾ, രോഗങ്ങൾ, മാറാവ്യാധികൾ, ബന്ധുക്കളുടെ വിയോഗങ്ങൾ, ദാരിദ്ര്യം, അഭിമാനം, അപമാനം, എന്തൊക്കെ നരകയാതനകളാണ് മനുഷ്യൻ അനുഭവിക്കുന്നത്. വാസ്തവത്തിൽ പക്ഷിമൃഗാദികൾക്കൊന്നും ഇത്ര ദുഃഖമില്ല തോന്നും. നമുക്ക് എന്തെല്ലാം മെഡിക്കൽ കോളേജിലൊക്കെ പോയി കണ്ട കാണുന്നുമയ്യ ഓരോരുത്തരുടെ അവസ്ഥ.
ബസ് ആക്സിഡന്റ് ആയിട്ട് കമ്പിയൊക്കെ കുത്തി കോർത്തിട്ട് കമ്പി മുറിച്ചിട്ട് അയാളെ കൊണ്ടുവരുന്നതേ. എന്തൊക്കെ വിഷമം. തോല് വെട്ട മരത്തിൻ്റെ മുകളിൽ തോല് വെട്ടുമ്പോൾ ഒരുത്തൻ മരത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വീണ് ഒരു കാഞ്ഞിര കുറ്റിയമ്പിൽ തുളച്ചങ്ങട് കയറി. കൊണ്ടുപോകാൻ വയ്യ. എന്നിട്ട് കാഞ്ഞിരക്കുറ്റി മുറിച്ചെടുത്തിട്ടാണ് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയത്. കൊണ്ടു ചെന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, കുറച്ച് നേരത്തെ കൊണ്ടുവരാമെന്നല്ലേ ചോദിച്ചു. ഒരുത്തൻ പറഞ്ഞു, അതിന് വീണ് കിട്ടണ്ടേ, ഞങ്ങൾ എത്ര നേരമായി കാത്തു നിൽക്കണു. ഇങ്ങനെ എന്തൊക്കെ നരകങ്ങളാ. അപ്പം നോക്കിയാൽ മനുഷ്യജന്മം സുഖമൊന്നുമല്ല, അനിത്യം അസുഖം ലോകം നിറയെ നരക. അതിൽ നിന്ന് രക്ഷപ്പെടണ്ടേ നിങ്ങൾക്ക്? അതാണ് ജനിമൃതി രോഗരസായനഭൂത. ജനിക്കുക മരിക്കുക എന്ന രോഗത്തിനുള്ള ഔഷധമാണ് ഈ പറയുന്നത്. ആര് പറഞ്ഞു? സനക മുഖാഖില സന്മുനിഗീതോ. സനകൻ, സനന്ദൻ, സനത്കുമാരൻ മുതലായ ബ്രഹ്മജ്ഞാനികൾ പറഞ്ഞ മാർഗമാണ് ഈ ജനനമരണമാകുന്ന ചക്രത്തിൽ നിന്ന് എന്നേക്കും രക്ഷപ്പെടാനുള്ള, മോക്ഷത്തിലേക്ക് എത്തിക്കാനുള്ള മാർഗം സനകാദി ബ്രഹ്മജ്ഞാനികൾ പറഞ്ഞതാണ്. എന്താണ് അതിനുള്ള വഴി, ചികിത്സ? ശ്രീരാമാച്യുത ശ്രീരമണേതി നാരായണ പത്മ നാഭകരേ. ശ്രീരാമ അച്യുത നാരായണ പത്മനാഭ എന്നുള്ള ഭഗവാന്റെ തിരുനാമങ്ങളെ നിരന്തരം ജപിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുക്തനാകാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ മനസ്സ് ആ ഭഗവാന്റെ കീർത്തനങ്ങൾ പാടുമ്പോൾ അതിൽ ലയിക്കും. അങ്ങനെ ഗായൻ വിലജ്ജോ, ലജ്ജ കൂടാതെ വിചരേതസംഗ, ഭഗവാന്റെ തിരുനാമത്തിലങ്ങോട്ട് ലയിച്ചിട്ട് ലജ്ജ കൂടാതെ പാടാൻ സാധിക്കണം. അതിലങ്ങോട്ട് മുഴുകിയാൽ സത്വഗുണം വർദ്ധിക്കും, ഭക്തി വർദ്ധിക്കും. ഈ ലോകത്തെ മുഴുവൻ ഈശ്വരമയമായിട്ട് കാണാൻ നമുക്ക് സാധിക്കും. അങ്ങനെ മനസ്സിന് ലയം ഉണ്ടാകണം. അത് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ഉപാസന ചെയ്യണം. ഭഗവാന്റെ നാമം ജപിക്കുക, കീർത്തനങ്ങൾ പാടുക, ഭഗവാന്റെ ജന്മ കർമ്മങ്ങളെ സ്തുതിക്കുക, കീർത്തിക്കുക. അങ്ങനെ വരുമ്പോൾ ഏവം വ്രത സ്വപ്രിയനാമകീർത്യ ജാതാനുരാഗോ ദ്രുതചുത്ത ഇച്ഛൈഹി ഉച്ചൈഹി ഹസത്യതോരോദിതിരൗദികായൻ ഉന്മാദേവൻ നൃത്യതി ലോകബാഹ്യ. ഏവം വ്രത സ്വപ്രിയനാമകീർത്യ, തൻ്റെ പ്രിയതമൻ്റെ ഭഗവാന്റെ നാമം കീർത്തിക്കുമ്പോൾ ജാതാനുരാഗോ, ആ അതിലുള്ള ഭഗവാനുള്ള പ്രേമം ഹേതുവായിട്ട് ഉച്ചൈ, വളരെ ഉച്ചത്തിൽ ഭഗവാന്റെ നാമങ്ങൾ കീർത്തിക്കുമ്പോൾ ഹസത്യതോരോദിതി, പൊട്ടിച്ചിരിക്കും, ചിലപ്പോൾ പൊട്ടിക്കരയും ആ ഭക്തൻ. രൗദികായൻ ഉന്മാദവൻ നൃത്യതി, ഒരു ഭ്രാന്തനെ പോലെ നൃത്തം വയ്ക്കും, പൊട്ടിച്ചിരിക്കും. ആ ഭഗവാനിലങ്ങോട്ട് ലയിച്ചു കഴിഞ്ഞാൽ ഇത്ര കാലം എനിക്ക് ഭഗവാന്റെ മഹത്വം അറിയാൻ സാധിച്ചില്ലല്ലോ, ഒന്നെങ്കിലും എനിക്ക് സാധിച്ചില്ലേ എന്ന് വിചാരിച്ച് പൊട്ടിച്ചിരിക്കണു, ചിലപ്പോൾ പൊട്ടിക്കരയണു. ലോകബാഹ്യനായിട്ട് തോന്നും, ചിരിക്കും, കരയും. ഞാൻ ധന്യനായി, ഞാൻ കൃതാർത്ഥനായി എന്നൊക്കെ തോന്നും. ആളുകൾ പറയും വരും ഭ്രാന്തായി എന്നൊക്കെ പറയും. ഈ ലോകം അങ്ങനെ പറയാം, ഭ്രാന്തായിക്കോട്ടെ, എന്ത് കണ്ടാലും ഈശ്വരമയമായിട്ട് കാണാൻ സാധിക്കും അയാൾക്ക്. അങ്ങനെ ആ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾ കർമ്മത്തിൽ ജ്ഞാനിയാകും, വിരക്തനാവും. അതുകൊണ്ട് തന്നെ അയാൾക്ക് മനസ്സിന് ശാന്തി ഉണ്ടാവും. അതല്ലേ ആവശ്യം. അതിന് നമുക്ക് ഒന്നേ ചെയ്യുള്ളൂ, ഭഗവാന്റെ സൽക്കഥകൾ കേൾക്കുക, കീർത്തനങ്ങൾ പാടുക, നാമം ജപിക്കുക. അങ്ങനെ നമ്മുടെ ഈശ്വരാഭിമുഖമാക്കുക നമ്മുടെ മനസ്സിലെ ചിന്തകൾ മുഴുവൻ. അപ്പം അതുകൊണ്ട് തന്നെ ഒരാൾ മുക്തനാകും. ഇത്യച്യുതാംഗ്രിം ഭജതോനുവൃത്യ ഭക്തിർവിരക്തിർ ഭഗവത് പ്രബോധ ഭവന്തി വൈ ഭാഗവതസ്യ രാജൻ തതപരം ശാന്തിമുപൈതി സാക്ഷാത്. ഇത്യച്യുതാംഗ്രിം ഭജതോ, ആ ഭഗവാന്റെ പാദങ്ങളെ ഭക്തിയോടുകൂടി ഭജിക്കുന്നു എന്നാണ് ഭക്തി, വിരക്തി, ഭഗവത് പ്രബോധ, ഭക്തി ഉണ്ടാകും, വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാകും, ഭഗവത് ജ്ഞാനമുണ്ടാകും. തതപരാം ഭവന്തി വൈ ഭാഗവതസ്യ രാജൻ, അങ്ങനെ കർമ്മത്തിൽ തതപരാം ശാന്തി ഉപേതി, ഭഗവാനിൽ ഭക്തി ഉണ്ടാകും, വിഷയങ്ങളിലൊക്കെ വിരക്തി ഉണ്ടാവും എന്ന് വന്നാൽ പരാം ശാന്തി, പരമമായ ശാന്തി നമുക്കുണ്ടാകും. അപ്പം എല്ലാവർക്കും ശാന്തി സമാധാനമാണ് വേണ്ടത്. അത് മാത്രമാണ് കിട്ടാത്തതും. വേറെ എല്ലാം നമ്മൾ ചെയ്യേണ്ട, പക്ഷേ മനസ്സിന് സമാധാനമില്ല. പരസ്പരം പറയാനുള്ളതാണ്, എന്താ കുട്ടിയെ തിരക്കോട്ടൊന്നുമില്ല, മനസ്സിനൊരു സമാധാനമില്ല എന്നാൽ പോരെ. എല്ലാവർക്കും പറയാനുള്ള എങ്ങനെ ഈ സമാധാനം ഉണ്ടാവുക? ഈ ലൗകികമായ വിഷയങ്ങളിലാണ് നമ്മുടെ മനസ്സ് 24 മണിക്കൂറും. അത് വിട്ട് ഈശ്വരാഭിമുഖമാകുമ്പോൾ ഭഗവാന്റെ കീർത്തനങ്ങളും നാമജപവും അതിലങ്ങൾ ലയിച്ചു കഴിഞ്ഞാൽ ഭക്തി ഉണ്ടാകും, വിഷയങ്ങളിൽ വിരക്തി ഉണ്ടാകും, ഭഗവത് ജ്ഞാനമുണ്ടാകും. അപ്പോൾ പരാം ശാന്തി മുപേതി, പരമമായ ശാന്തി ഒരാൾക്കുണ്ടാവും. അതില്ലെങ്കിൽ ശാന്തി ഉണ്ടാവില്ല. മനസ്സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ ഉണ്ടാവാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണ്ടേ? നിരന്തരം 24 മണിക്കൂറും ഗോപസ്ത്രീകളെ പോലെ എന്ത് ചെയ്യുമ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുക. മുറ്റടിച്ചു വരുമ്പോൾ, കുട്ടികളെ കുടിപ്പിക്കുമ്പോൾ, തൈര് കലക്കുമ്പോൾ എന്ന് വേണ്ട ഏത് സമയത്തും ഉലൂഖലേ സംവൃതതണ്ടുലാശ്ച സംഘട്ടയന്ത്യോ മുസലേ പ്രമുഗ്ധ ഗായന്തി ഗോപ്യോ ജനിതാനുരാഗ ഗോവിന്ദ ദാമോദര മാധവേ. ധാന്യങ്ങളൊക്കെ ഉരലിൽ കൊണ്ടുവന്ന് ഇടിക്കുകയാണ്. പണ്ടൊക്കെ ഇടിക്കുകയും പൊടിക്കൊക്കെ വേണമല്ലോ. ആ ഇടിക്കുമ്പോഴും പൊടിക്കുമ്പോഴും ഇവർ ഉച്ചത്തിൽ ഗോവിന്ദ ദാമോദര മാധവേദി നാമം ജപിച്ചുകൊണ്ടാണ് ഇവർ ഇടിക്കുന്നതും പൊടിക്കുന്നതും കൂടി. നമ്മൾ പറയുന്ന നാമം സഹസ്രനാമം ജപിച്ചിട്ടില്ല, നേരം കിട്ടിയില്ല. എന്ത് നേരം കിട്ടായ നാമം ജപിക്കാൻ എന്താ ഇപ്പോൾ
ഏത് പണിയെടുക്കുമ്പോഴും നാമം ജപിച്ചൂടെ? മുറ്റടിച്ചു വാരുമ്പോൾ, കുട്ടിയെ കുളിപ്പിക്കുമ്പോൾ, വസ്ത്രം അലക്കുമ്പോൾ നാമം ജപിക്കാൻ എന്താ വിഷമമുള്ളത്? ഒരു സമയത്ത് വിഷമമുണ്ട്. മാമുണ്ണുമ്പോൾ ഉരുള വായൽ വയ്ക്കുമ്പോൾ കുറച്ചൊരു വിഷമമുണ്ട്. എപ്പോഴും വായൽ ഉരുള ഉണ്ടാവും. ഈ ഗോപസ്ത്രീകളെ നോക്കി ഇടിക്കുമ്പോഴും പൊടിക്കുമ്പോഴും ഗോവിന്ദദാമോദര മാധവേദി ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടാണ്. അപ്പോൾ നെല്ല് കുത്തുമ്പോൾ, അരി ഇടിക്കുമ്പോഴൊക്കെ അമ്മമാർ സംസാരിക്കാറില്ലേ? ഭഗവാന്റെ നാമാവില്ലേ വേറെ വല്ലതോ അറിഞ്ഞില്ലേ? യെച്ചൂട്ടി പൊട്ടനായിട്ട് പോയിട്ട് 8 മാസമായി. യെച്ചൂട്ടിക്ക് ഇത് 4 ആവശ്യമില്ലാത്ത 600 പറഞ്ഞുകൊണ്ട് ഇടിക്കലും പൊടിക്കലും എന്തിനാ ഇത്? ഭഗവാന്റെ കീർത്തനങ്ങളും നാമങ്ങളും ജപിച്ചുകൊണ്ടാവരുതേ ചോദിക്കുക. എന്നാൽ പരാം ശാന്തി ഉപേതി, പരമമായ ശാന്തി ഉണ്ടാവും. ഇത്രയായപ്പോൾ വേറൊരു അധ ഭാഗവതം ബ്രൂത യത് ധർമ്മോ യാദൃശോ നൃണം യഥാചരതി യത് ബ്രൂതേ യൈർലിംഗൈർ ഭഗവത് പ്രിയ. നിമി ചോദിക്കുകയാണ്, ഭക്തന്റെ ലക്ഷണം എന്താണ്? ധർമ്മം എന്താണ്? ഭക്തന്റെ സ്വഭാവം എന്താണ്? ആളുകളോട് എങ്ങനെയാണ് ഭക്തന്മാർ പെരുമാറുക? എന്താണ് അയാൾ സംസാരിക്കുക? ഏത് ലക്ഷണങ്ങളെ കൊണ്ടാണ് ഒരാൾ ഭഗവാന് പ്രിയപ്പെട്ടവനാകുന്നത്? ഇതാണ് ചോദ്യം. അതിന് മറുപടി പറയുന്നത് ഹരി എന്ന യോഗീശ്വരനാണ്. അദ്ദേഹം പറയുന്നത് സർവഭൂതേഷു യപ്പശ്യേത് ഭഗവത് ഭാവമാത്മന ഭൂതാനി ഭഗവത്യാത്മൻ ഏഷ ഭാഗവതോത്തമ. ഭക്തന്റെ ലക്ഷണം പറയാം. ഇവിടെ 3 തരംതിരിക്കുകയാണ് ഭാഗവതം ഭക്തനെ. ഉത്തമ ഭക്തൻ, മധ്യമ ഭക്തൻ, പ്രാകൃത ഭക്തൻ. അധമനില്ല. ഭക്തിയുടെ കണിക ഉണ്ടെങ്കിൽ പിന്നെ അധമത്വം ഇല്ല എന്നർത്ഥം. ഉത്തമ ഭക്തൻ. എന്താ ഉത്തമ ഭക്തന്റെ ലക്ഷണം? നമ്മളിപ്പോൾ എവിടെ നിൽക്കണമെന്ന് നമ്മൾ ചിന്തിക്കണം. അതിനുവേണ്ടി ഇതൊക്കെ പറയണം ഭാഗവതത്തിലേ. ഉത്തമ ഭക്തന്റെ ലക്ഷണം സർവഭൂതേഷു യപ്പശ്യേത് ഭഗവത് ഭാവമാത്മന. സകല ജീവരാശികളിലും ഈശ്വരഭാവം വയ്ക്കാൻ സാധിക്കുക. ഭൂതാനി ഭഗവത്യാത്മൻ ഏഷ ഭാഗവതോത്തമ. എല്ലാവരിലും ഈശ്വര ബുദ്ധി. അതല്ലേ സത്യം? ഘടഘടമേ വഹുസായീരം. ഈശ്വരൻ ഓരോ അണുവിലും കുടികൊള്ളുന്നുണ്ട്. ഈശ്വരനില്ലാത്തൊരു സ്ഥലമുണ്ടോ? ഈശാവാസ്യമിതം സർവം. ഉപനിഷത്ത്. പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമാണ്. അങ്ങനെ കാണുന്നവരിലൊക്കെ ഈശ്വര ബുദ്ധി വയ്ക്കാൻ സാധിച്ചാൽ അയാൾ ഉത്തമനായിട്ടുള്ള ഭക്തനാണ്. അപ്പം പിന്നെ എല്ലാവരിലും ഈശ്വരബുദ്ധി വയ്ക്കുമ്പോൾ ഒരാളെ ഇവിടെ ഭേദബുദ്ധി വയ്യ, ഒരാളുടെ വിദ്വേഷം വയ്യ, ഒരാളൊരു ദേഷ്യപ്പെടാൻ വയ്യ, ഒരാളെ ദ്രോഹിക്കാൻ വയ്യ. കാരണം ഒക്കെ ഭഗവത് സ്വരൂപമായിട്ടാണ് കാണുന്നത്. അതാണ് ഉത്തമ ഭക്തന്റെ ലക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ ഗുഡല്ലൂർ, കുഞ്ഞിക്കാവ്, തിരുമേനിയൊക്കെ ഉത്തമ ഭക്തന്മാരുടെ കൂട്ടത്തിലാണ്. അദ്ദേഹം ഭാഗവതം വായിച്ചിട്ട് ഗുരുദർശനമൊക്കെ കിട്ടിയാൽ ഗുരുവായൂരിലൊരു വാര്യത്ത് ആ ഗുരുദർശനമൊക്കെ കൊടുത്തു വയ്ക്കും. കുറച്ച് പണം കൂടുതലായാൽ ഒരു വെച്ച് നമസ്കാരം, എല്ലാവർക്കും അന്നദാനം ചെയ്യും. അങ്ങനെ ആ സമയത്ത് ഭക്ഷണങ്ങളൊക്കെ ഒരു ഇലയിൽ വിളമ്പിയിട്ട് മതിൽക്കെട്ടിൻ്റെ പുറത്ത് കൊണ്ടുവന്ന് വയ്ക്കുമായിരുന്നു എന്നാണ് പറഞ്ഞത് ഗുരുവായൂരിൽ. ആർക്ക്? അവിടെ കാക്ക, കോഴി, പട്ടി, അവർക്കൊക്കെയും ഭക്ഷണം വേണ്ടേ. അപ്പോൾ കാക്കയും കോഴിയും പട്ടിയൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കും. ഈ കുഞ്ഞിക്കാവ് തിരുമേനി അവരെ പ്രദർശനം വയ്ക്കും. എന്നിട്ട് പട്ടി ഗോവിന്ദായ നമ, കാക്ക ഗോവിന്ദായ നമ. അതൊക്കെ ഗോവിന്ദനാ. ഈശ്വരമയമാണ് ഈ പ്രപഞ്ചം. അതാണ് ഉത്തമ ഭക്തന്റെ ലക്ഷണം. നമ്മൾ കല്ലെടുത്ത് എറിയാഞ്ഞ സമാധാനം. അപ്പോൾ ജ്ഞാനാനന്ദ സ്വാമിജി ഭാഗവത സപ്താഹം നടത്തുമ്പോൾ മുഖ്യമായിട്ട് സ്വാമിജിയെ വിളിച്ചാൽ പറയും എല്ലാവർക്കും അന്നദാനം. അത് നിർബന്ധമാണ് സ്വാമിജിക്ക്. ഒലോക്കോട് ഹേമാംബിക നഗറിൽ വെച്ചിട്ട് സ്വാമിജിയുടെ പിറന്നാൾ ദിവസം എല്ലാ കൊല്ലം അവസാനിക്കുന്ന വിധത്തിൽ ഭാഗവത സപ്താഹം നടത്താറുണ്ട്. സ്വാമിജി തന്നെ നടത്തുക. ഞങ്ങൾ പലരും കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളമുള്ള ഭക്തന്മാരൊക്കെ അവിടെ ചെല്ലാറുണ്ട്. അപ്പോൾ ഭാഗവതം വായന ഉച്ചയ്ക്കാണ് നിർത്തിയാൽ സ്വാമിജി തന്നെ വന്നിട്ട് ഭക്തന്മാർക്ക് ആഹാരം വിളമ്പുക ചെയ്യുക. വായിച്ച സ്വാമിജിക്കല്ല, കേട്ട നമ്മക്കാണ് ക്ഷീണമെന്ന് തോന്നും. എല്ലാവർക്കും ആഹാരം വിളമ്പി അവസാനം സ്വാമിജി കുറച്ച് ആഹാരം കഴിക്കും. അങ്ങനെ എൻ്റെ പതിവ്. ഒരു ദിവസം സ്വാമിജി ഈ വായന നിർത്തിയിട്ട് അടുക്കളയിലേക്ക് വന്നപ്പോൾ അവിടെ ആ ദഹനക്കാരൻ വാതിലിൻ്റെ അടുത്തൊരു വർഗം കൊള്ളി ഓങ്ങി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം എന്താ മനസ്സിലായില്ല. അപ്പോൾ ഒരു പട്ടി ഇങ്ങനെ വരും ഇടയ്ക്കൊക്കെ കട്ടതിന് അതിനെ തല്ലാൻ വേണ്ടി നിൽക്കുക. ഒരു വർഗം കൊള്ളി ഓങ്ങി വന്നാൽ ഇനി മണ്ടയ്ക്ക് അടിക്കണം എന്ന് വിചാരിച്ച സ്വാമിജി പറഞ്ഞു ഇവിടെ വരൂ പറഞ്ഞു. ഇലയിടാൻ പറഞ്ഞു. ചോറ് വിളമ്പാൻ സ്വാമിജിക്ക് വെച്ച് നല്ല ഇല നോക്കി എല്ലാ വിഭവങ്ങളൊക്കെ വിളമ്പി ഇതാ പുറത്ത് കൊണ്ടാക്കാൻ പറഞ്ഞു. ഇവിടെ 100 കണക്കിലെ ആളുകൾ, 1000 ആളുകൾ ഊണ് കഴിക്കണം. ആ പട്ടിക്ക് വിശന്നിട്ടല്ലേ, അതിന് കൊടുത്താൽ അതിനും വിശപ്പ് മാറില്ലേ. ഇതവിടെ കൊണ്ടുപോയി വയ്ക്കാൻ പറഞ്ഞു. കൊണ്ടുപോയി സ്വാമിജി പറഞ്ഞാൽ കേൾക്കണ്ടേ. അത് വന്ന് തിന്ന് പട്ടി വെട്ടറവായിട്ട് പോയി. പിന്നെ താങ്ങി പറയും കൊള്ളി ഓങ്ങി നിൽക്കേണ്ട കാര്യമുണ്ടോ? ഈ ഭക്തൻ ഇവർക്കൊക്കെ ആഹാരം കൊടുക്കാൻ പറ്റും. ആ പട്ടിക്ക് അത് മാത്രം ഈശ്വരനല്ല, അതിലും ഈശ്വര. അതല്ലേ ഭാഗവതം പറയണത്. അതാണ് ഉത്തമനായിട്ടുള്ള ഭക്തന്റെ ലക്ഷണം. സർവത്ര ഈശ്വരമയമായിട്ട് കാണാം. അങ്ങനെ സാധിച്ചാൽ നമ്മൾ രക്ഷപ്പെട്ടു. ഇനി മധ്യമ ഭക്തന്മാരുണ്ട്. എല്ലാവരിലും ഒന്നും ഈശ്വരനായിട്ട് കാണാൻ വയ്യ. ഈശ്വരേ തദധീനേഷു ബാലുഷേഷു ദ്വിഷത്സുച പ്രേമ മൈത്രീ കൃപോപേക്ഷ യക്കരോതി സമധ്യമ. മധ്യമ ഭക്തന്റെ ലക്ഷണം പറയാം. ഈശ്വരനിൽ ഭക്തനായിരിക്കും, ഭക്തി ഉണ്ടാവും. ഈശ്വരനിൽ മാത്രമേ ഭക്തി ഉണ്ടാവുള്ളൂ. ഒരു ഭക്തനെ കണ്ടാലും മൈത്രി ഒരു ഭക്തി ഒന്നുമില്ല. ഞാനും ഒരു ഭക്തൻ, അയാളും ഒരു ഭക്തൻ, ഞങ്ങളൊക്കെ മിത്രങ്ങൾ. അവ മൈത്രീഭാവമാണ് അയാളോട്. ബാലിശേഷു, ബാലബുദ്ധികളെ, ഈശ്വരനെ ഭജിക്കാത്ത ആളുകളുണ്ടല്ലോ. എന്താ ഭജിക്കാണ്ടിരിക്കാൻ കാരണം? ഈശ്വരന്റെ മഹത്വം അറിയില്ല.
അങ്ങനെ അതുകൊണ്ടാണ് പലരും ഈശ്വരനെ ഭജിക്കാത്തത്. അറിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഈശ്വരനെ ഭജിക്കും. അവരോടോ കൃപ, കാരുണ്യമാണ്. അവരോട് വിദ്വേഷമൊന്നുമില്ല. ഈശ്വരനെ ഭജിക്കാത്തവരോടെ പാവം കാരുണ്യമാണ്. അറിയില്ല ഭഗവാന്റെ മഹത്വം. അറിഞ്ഞാൽ അവർ ഭജിക്കുമല്ലോ. അപ്പം ആ ഈശ്വരനെ ഭജിക്കാത്ത ബാലബുദ്ധികളോട് കൃപ, കാരുണ്യമാണ്. ഉപേക്ഷ. പിന്നെ ദ്യുഷത്സു, ഈശ്വരനെ നിന്ദിക്കുന്നവരുണ്ട്, ഭക്തന്മാരെ നിന്ദിക്കുന്നവരൊക്കെ ഉണ്ട്. ഗുരുവായൂർ പോയിട്ട് പിന്നാക്കം തിരിഞ്ഞ് തൊഴുത വീരന്മാരൊക്കെ ഉണ്ട്. എന്നോടൊരാൾ പറഞ്ഞു, ഞാൻ ഗുരുവായൂർ പോയിട്ട് പിന്നാക്കം തിരിഞ്ഞ് തൊഴുതു. ഒരു കാലത്ത് പിന്നെ പരമഭക്തനായി അയാൾ. കാരണം ഇതെന്ത് ഈ കല്ലിനെ കണ്ടിട്ട് തൊഴാളെന്ന് തോന്നുകയാണ്. പാവ യൗവനത്തിൻ്റെ ചോരത്തിളപ്പിൽ അതൊക്കെ തോന്നും. അയാളോട് ഉപേക്ഷ. അയാളെ വഴിക്ക് പോട്ടെ, ഞാൻ അതിനൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ഈശ്വരനെ ഭജിക്കുക, മറ്റുള്ളവരെന്തോ ആവട്ടെ, അയാളെ ഉപേക്ഷിക്കുക, അയാളെ വഴിക്ക് പോട്ടെ, അവരെയും നമ്മൾ നിന്ദിക്കേണ്ട, വേദനിപ്പിക്കേണ്ട. ഇങ്ങനെ 4 ഭാവം. ഈശ്വരനോട് ഭക്തി, ഭക്തന്മാരോട് മൈത്രീഭാവം, ഈശ്വരനെ ഭജിക്കാത്ത ബാലബുദ്ധികളോട് ഭഗവാന്റെ മഹത്വം അറിയാഞ്ഞിട്ടല്ലേ അവരോട് കൃപ, കാരുണ്യം. ഈശ്വരനെ ദ്വേഷിക്കുന്നവരുണ്ട്, അവരോട് ഉപേക്ഷാഭാവം, അവരുടെ വഴിക്ക് പോട്ടെ വിചാരിച്ചു വിടുക. അങ്ങനെ 4 ഭാവം വന്നു. അത് മധ്യമ ഭക്തന്റെ ലക്ഷണം. ഇനി പ്രാകൃത ഭക്തനുണ്ട്. എന്താ പ്രാകൃത ഭക്തന്റെ ലക്ഷണം? അർച്ചായാമേവഹരേ പൂജാം യശ്രദ്ധയേ ഹതേ ന തത് ഭക്തേഷു ജാന്യേഷു സഭക്ത പ്രാകൃത സ്മൃത. പ്രാകൃത ഭക്തന്റെ ലക്ഷണം ഭഗവാനെ കേമമായിട്ട് ഭജിക്കും, ഭഗവാനെ ഉപാസന ചെയ്യും. പക്ഷെ ഭഗവാനെ മാത്രമേ ഭജിക്കൂ. വേറെ ആരോടും ഒരു സ്നേഹമില്ല, കാരുണ്യമില്ല, ഒന്നുമില്ല. ആട്ടെ, അയാൾ നല്ല ആളാണ്, ഭഗവാൻ ഉണ്ടാകുന്നെങ്കിലും ഒരു ബോധം വന്നുമല്ലോ, അത്രയെങ്കിലും ആയാലോ. അപ്പം അതുകൊണ്ട് അയാളെ ഒഴിവാക്കാൻ. അയാളെ പ്രാകൃത ഭക്തൻ. മെല്ലെ മെല്ലെ അയാൾ മധ്യമനാവും, പിന്നെ ഉത്തമനാവും. അയാളെ ഒരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും വേണ്ട. കാരണം ഭഗവാനിൽ ഭക്തിയുണ്ട്. ബാക്കി ഒരാളോടില്ല, ഭക്തന്മാരോടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടോ ഒന്നുമില്ല. ഒരു സഹായം ആർക്കും ഒന്നും ചെയ്യില്ല. നാരായണ ഗുരുദേവരെ ഒരിക്കൽ ഒരു ഗൃഹസ്ഥൻ ഭിക്ഷയ്ക്ക് ക്ഷണിച്ചു. ഗുരുദേവരും ഏതാനും ഭക്തന്മാരും കൂടി ഗൃഹസ്ഥൻ്റെ വീട്ടിലെത്തി. ഉച്ചയ്ക്ക് 1 മണിയായി, 1:30 മണിയായി. വിശന്നിട്ട് വയ്യ നാരായണ ഗുരുദേവർക്ക്. വിളിച്ച ആൾ ചോറ് കൊടുക്കാണ്ട് അങ്ങോട്ട് ചോദിക്കണത് മര്യാദയല്ലല്ലോ. അവസാനം ചോദിച്ചു, ഭക്ഷണം വല്ലതുണ്ടോ ചോദിച്ചു ഗുരുദേവരെ. ഇതപ്പം തരാം, നേദിക്കാണ്. നേദ്യം കഴിഞ്ഞാൽ ഉടനെ വിളമ്പാന്ന് പറഞ്ഞു. ആർക്കാ നേദിക്കണത്? ഗുരുദേവരുടെ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുമ്പിൽ പ്രാണായാസം, അവിടെ നേദ്യം. ഗുരുദേവർ ഇവിടെ ഉമ്മർത്ത് വിശന്നിരിക്കുക. നാരായണ ഗുരുസ്വാമി പറഞ്ഞു, ഒരു കാലത്തും നേരെ ഇവിടെ ലക്ഷണമില്ല പറഞ്ഞു. ഈ ജീവിച്ചിരിക്കുന്ന ഈ മനുഷ്യരിൽ ഈശ്വരഭാവം കാണാണ്ട് ഫോട്ടോത്തിൻ്റെ മുമ്പിൽ മാത്രം പൂജ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതാണ് പ്രാകൃത ഭക്തി. ഈശ്വരനിൽ ഭക്തിയുണ്ട്, വേറെ ഒരാളോടും ആ ഭക്തിഭാവം ഇല്ലെങ്കിൽ അത് പ്രാകൃത ഭക്തി എന്നാണ് അതിന് പറയുക. അപ്പം അതുകൊണ്ട് ഉത്തമ ഭക്തനാകണം. ഗൃഹീത്വാപിന്ദ്രിയൈരർത്ഥാൻ യോനദ്വേഷ്ടിനകാംക്ഷതി വിഷ്ണോർ മായാമിതം പശ്യൻ സവൈ ഭാഗവതോത്തമ. ഉത്തമനായിട്ടുള്ള ഭക്തന്റെ ലക്ഷണം പറയുക. ഇന്ദ്രിയങ്ങളെ കൊണ്ട് വിഷയങ്ങളൊക്കെ അനുഭവിക്കുമ്പോൾ നല്ലതാണെങ്കിൽ അവരെ സ്നേഹിക്കുക, സന്തോഷിക്കുക, അല്ലെങ്കിൽ നല്ല വിഷയം അല്ലെങ്കിൽ ദ്വേഷിക്കുക, അതൊന്നുമില്ല. ഇതൊക്കെ ഭഗവാന്റെ മായാവിലാസമാണെന്ന് കരുതിയിട്ട് എന്തനുഭവിച്ചാലും ഒന്നിനോടും വെറുപ്പില്ല, ഒന്നിലും സന്തോഷവും ഇല്ലാത്ത ഒരവസ്ഥ. സവൈ ഭാഗവതോത്തമ. അയാൾ ഉത്തമനായിട്ടുള്ള ഭക്തനാണ്. ചിലപ്പോൾ അനുകൂലമായത് കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കും, പ്രതികൂലമായത് കിട്ടുമ്പോൾ ദുഃഖിക്കും. അത് രണ്ടുമില്ല. ഇതൊക്കെ ഭഗവാന്റെ വിഭൂതികളാണ്. അതിൽ സന്തോഷിക്കാനുമില്ല, ദ്വേഷിക്കാനുമില്ല. നല്ല അനുഭവം. ഒരാൾ നിന്ദിച്ചു നമ്മളെ, ഒരാൾ സ്തുതിച്ചു, ഇതൊക്കെ വരും. ഈ നിന്ദിക്കുന്ന ആളെ വെറുക്കാനും പോകുന്നില്ല, സ്തുതിച്ച ആളെ അഭിനന്ദിക്കാനും പോകുന്നില്ല. നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഒരാൾ കൊണ്ടെത്തന്നാൽ അയാളെ അഭിനന്ദിക്കുമല്ലോ, ഇഷ്ടപ്പെടാത്തതാണെങ്കിലും അയാളെ നിന്ദിക്കും. ഇത് രണ്ടുമില്ല. ഉത്തമനായിട്ടുള്ള ഭക്തന് എല്ലാവരിലും ഈശ്വരഭാവമാണ്. അത് വിഷ്ണുവോർ മായാമിത്. എന്തൊക്കെ ഭഗവാന്റെ മായയാണ് എന്ന് കരുതുക. നിന്ദാസ്തുതികളിലൊക്കെ സമനായിട്ടിരിക്കും. അതാണ് ഭക്തന്റെ ലക്ഷണം. ഒരാൾ നിന്ദിച്ചാലും ഒരാൾ സ്തുതിച്ചാലും. ഇപ്പം സത്യസായി ബാബയെ ആരെല്ലാം നിന്ദിച്ചിരുന്നു, അമൃതാനന്ദമയി അമ്മയെ എന്തൊക്കെ പറഞ്ഞ് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്തിരുന്നു. അമ്മയുടെ ഭക്തന്മാർക്കൊക്കെ വിഷമായി. അമ്മേ ഇതിന് മറുപടി പറയണമെന്നൊക്കെ പറഞ്ഞു. അമ്മ പറഞ്ഞു, ഒന്നും പറയേണ്ട മക്കളെ, അവരൊക്കെ നാളെ ഇവിടെ വരും എന്ന് പറഞ്ഞു. ഈ പറഞ്ഞവരൊക്കെ ഇപ്പം അമ്മയുടെ പരമഭക്തന്മാരായിട്ട് മാറി. അതാണ് ജ്ഞാനികളുടെ അവസ്ഥ. പരമഭക്തന്മാർക്ക് ആരോടും വിദ്വേഷമില്ലാത്തൊരവസ്ഥ. അതാണ് പരമജ്ഞാനികളുടെ അവസ്ഥ. ആരോടും വെറുപ്പില്ല, വിദ്വേഷമില്ല. ഏകനാഥനൊക്കെ അല്ലേ പരമഭാഗവതോത്തമനായിട്ടുള്ള ഏകനാഥൻ. ഒരിക്കലും ദേഷ്യപ്പെടുന്നില്ല, ഒരിക്കലും ആരോടും ഒരു വെറുപ്പോ ദേഷ്യമില്ല. അങ്ങനെ ദേഷ്യപ്പെടാതെ ഒരാളുണ്ടാവോ ഭൂമിയിലും ചോദിച്ചിട്ട് ഒരാൾ പരീക്ഷിക്കാനായിട്ട് ചെല്ലുന്നുണ്ട്. ഏകനാഥൻ ഗംഗയിൽ കുളി കഴിഞ്ഞ് വരുമ്പോൾ ഏകനാഥൻ മുഖത്തെ ഞാൻ തുപ്പി. ദേഷ്യം വരും നോക്കണ്ട. അങ്ങനെ ഉണ്ടോ? ദേഷ്യം വരാത്ത ഒരാൾ മുഖത്തേക്ക് തുപ്പിയപ്പോൾ ഏകനാഥൻ വീണ്ടും കുളിക്കാൻ പോയി. കുളിച്ച് വന്നു, ഇയാൾ പിന്നെയും തുപ്പി, പിന്നെയും കുളിച്ച് ആ വഴിക്ക് തന്നെ വരും. വഴി മാറിപ്പോവൊന്നുമില്ല. അങ്ങനെ കുളിച്ച് വരുമ്പോഴൊക്കെ ഇയാൾ തുപ്പി. ഇയാൾ എണ്ണി തുപ്പാൻ തുടങ്ങി. എത്ര തുപ്പൽ ക്ഷമിക്കും നോക്കണമല്ലോ. കുറച്ച് കഴിഞ്ഞാൽ ചൂടാവില്ല മനുഷ്യൻ. 100 തവണ തുപ്പിത്രേ. രാവിലെ തുടങ്ങിയ കുളിയാ. പോയിട്ട് ഗംഗയിൽ കുളിക്കും, വരും, ഇയാൾ തുപ്പും. ഒരാൾ തുപ്പുക, ഒരാൾ കുളിക്കാൻ പോവുക. 100 തവണ തുപ്പിയപ്പോൾ ഇയാൾക്ക് തോന്നി ചില്ലറക്കാരനല്ല. മാത്രമല്ല തുപ്പാഞ്ഞ് വായയിൽ തുപ്പലില്ല. ഏകനാഥൻ പിന്നെ കുളി കഴിഞ്ഞ് വന്നപ്പോൾ കരഞ്ഞും കൊണ്ട് കാൽക്കൽ കൊണ്ടു, ക്ഷമിക്കണം, അങ്ങയുടെ മഹത്വം അറിയാതെ ഞാൻ എന്തോ ചെയ്തു പറഞ്ഞപ്പോൾ നമസ്കരിക്കാൻ സമ്മതിച്ചില്ല, പിടിച്ചു ഏകനാഥൻ. അങ്ങ് എന്താ പറയണത്? അങ്ങ് ചെയ്ത ഉപകാരം ഞാൻ ഒരു കാലത്തും മറക്കില്ല.
ഈ ഗംഗയിൽ ഒരു തവണ കുളിച്ചാൽ എത്ര പുണ്യം, ഇന്ന് 101 തവണ കുളിക്കാനുള്ള ഭാഗ്യം അങ്ങല്ലേ ഉണ്ടാക്കി തന്നത്. അതാണ് ഭക്തി, അതാണ് ജ്ഞാനം. അവിടെ എത്തണ്ട. നമ്മളെ മുഖത്തേക്ക് തുപ്പൊന്നും വേണ്ട. ആരെങ്കിലും തുപ്പെന്ന് പറഞ്ഞാൽ അവനെ കണ്ട് ചോദിച്ചിട്ടേ കുളിക്കാൻ പോകുള്ളൂ നമ്മൾ. പിന്നെ അവൻ എൻ്റെ മുഖത്തേക്ക് തുപ്പെന്ന് പറഞ്ഞു. ഇതാണ് എന്ത് ഭക്തി? അത് നമ്മുടെ ഭക്തി. നിന്ദാസ്തുതികളിൽ സമനായിട്ടിരിക്കുക, അതാണ് അങ്ങനെയുള്ള ഭക്തൻ. ദേഹേന്ദ്രിയ പ്രാണ മനോധിയാമ്യോ ജന്മാപ്പേക്ഷുത് ഭയദർശകൃച്ഛൈ സംസാരധർമ്മൈ അവിമുഹ്യമാന സ്മൃത്യാഹരേ ഭാഗവത പ്രധാന. പരമഭക്തന്റെ ലക്ഷണം എന്താ വെച്ചാൽ ദേഹം, ഇന്ദ്രിയം, മനസ്സ്, പ്രാണൻ, ബുദ്ധി ഇവയ്ക്കൊക്കെ ജനിക്കുക, മരിക്കുക, വിശപ്പ്, ദാഹം, ക്ഷീണം, ഇങ്ങനെ പല അനുഭവങ്ങളുണ്ടല്ലോ. ഇതൊക്കെ സംസാരധർമ്മങ്ങളാണ്. അതിലൊന്നും ഭ്രമിക്കാതെ ഇരിക്കുന്നവൻ സ്മൃത്യാഹരേ ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരിക്കുകയാണ് അയാളെ. അയാൾക്ക് വിശപ്പുമില്ല, ദാഹവുമില്ല, അഭിമാനവുമില്ല, അപമാനവുമില്ല. കാരണം അയാളുടെ മനസ്സ് തന്നെ ഭഗവാനിൽ ലയിച്ചിരിക്കുന്നു. ശരീരബോധമില്ല തന്നെ. അയാൾ ഭാഗവത പ്രധാന. അയാളാണ് വാസ്തവത്തിൽ യഥാർത്ഥത്തിൽ ഭക്തോത്തമനാണ്. സദാശിവ ബ്രഹ്മേന്ദ്രയുടെ കഥയില്ലേ, അയാളുടെ കൈ വെട്ടി, ഒരാളെ കൈ വെട്ടിയിട്ട് അയാൾ അറിഞ്ഞിട്ടില്ല. അയാളിങ്ങനെ സർവം ബ്രഹ്മമയം രേ രേ, എല്ലാം ബ്രഹ്മമയമാണെന്ന് പാടി ഇങ്ങനെ നടക്കുക. ഒരു കൈ വെട്ടി, അത് അറിഞ്ഞിട്ടൊന്നുമില്ല. അത്രേ കുറെ കഴിഞ്ഞപ്പോൾ ഈ വെട്ടിയ ആൾക്ക് പരിഭ്രമായി പോയി കാൽക്കൽ വീണ് നമസ്കരിച്ചു, ക്ഷമിക്കണേ പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ എന്താ, അങ്ങയുടെ കൈ ഞാൻ വെട്ടി. അപ്പോഴാണ് കൈയിൻ്റെ ഒരു കഷ്ണം അവിടെ കിടക്കണ്ടേ, അത് എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. അത് എടുത്തുകൊണ്ടെന്ന് ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് ഒഴിഞ്ഞു, കൈ അവിടെ ഇങ്ങോട്ട് ഒട്ടിയെന്ന കഥ. അത്ര വരെ കൈ മുറിച്ചാലും അറിയുന്നില്ല ഭക്തി. മനസ്സ് മുഴുവൻ ഭഗവാനിലാണ്. അറിയാൻ സമയമില്ലല്ലോ. ഇപ്പൊ കുട്ടികളൊക്കെ ചെവിയിൽ മൊബൈലിന്റെ ഇയർഫോൺ വെച്ച് കഴിഞ്ഞാൽ വിളിച്ചാൽ വിളി കേൾക്കും, എന്ത് വിളിച്ചാലും കേൾക്കില്ല, കാരണം ഇത് വെച്ചിരിക്കുക. അതുമാതിരിയാണ് പരമഭാഗവതോത്തമനായിട്ടുള്ള ആള് ഭഗവാന് ലയിച്ചിരിക്കുകയാണ്. ഈ ലോകത്ത് എന്ത് നടന്നാലും അറിയുന്നില്ല. അവര് മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ മദശിഖി പിഞ്ച അലങ്കൃത ചികൂരേ മഹനീയ കപോല വിജിത മുകുരേ മാനസ സഞ്ചരരേ ബ്രഹ്മണി മാനസ സഞ്ചരരേ. മനസ്സിനോട് ആ ബ്രഹ്മത്തിൽ പരമാത്മാവിൽ സഞ്ചരിക്കാൻ പറയാം. അതിലങ്ങോട്ട് മുഴുകിക്കഴിഞ്ഞാൽ പരമാനന്ദമാണ്. ഹരിസ്മരണ കൊണ്ട് എല്ലാ സംസാര ദുഃഖങ്ങളിൽ നിന്നും എല്ലാ ഭയത്തിൽ നിന്നും ഒരാൾ മുക്തനാകുന്നു എന്നുള്ളതാണ്. ന കാമകർമ്മജീവിജാനാം യസ്യ ചേതസി സംഭവ വാസുദൈവേക നിലയ സവൈ ഭാഗവതോത്തമ. കാമം കർമ്മം ഇതൊന്നുമില്ല. കാമമുണ്ടെങ്കിലേ കർമ്മമുള്ളൂ. എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ നമ്മൾ പ്രവർത്തിച്ച് ചെയ്യുക. ആഗ്രഹമില്ലെങ്കിൽ പ്രവൃത്തിയില്ല. ന കാമകർമ്മ ബീജാനാം യസ്യ ചേതസി സംഭവ. കാമമില്ല, അതുകൊണ്ട് തന്നെ കർമ്മമില്ല. വാസുദൈവേക നിലയ, ഭഗവാനിൽ തന്നെ മനസ്സിലയിച്ചിരിക്കുന്നു. സവൈ ഭാഗവത, അതാണ് ഉത്തമനായിട്ടുള്ള ഭക്തന്റെ അവസ്ഥ. ഈ കാമമുണ്ടെങ്കിലാണ് എല്ലാ അപകടങ്ങളും. കാമം ദുഃഖകാരണം നമുക്കറിയാലോ. ആശാഹി പരമം ദുഃഖം. ആഗ്രഹമാണ് ദുഃഖകാരണം. ഈ ലോകത്തിലെ 2 ദുരന്തങ്ങളാണ് എന്ന് പറയും. ദുരന്തം പറഞ്ഞാൽ ദുഃഖത്തോടുകൂടിയ അന്തം, അവസാനം ദുഃഖത്തിലേ കലാശിക്കൂ. 2 ദുരന്തങ്ങൾ. ഒന്ന്, നമ്മുടെ ആഗ്രഹങ്ങൾ ചിലത് സാധിക്കുന്നില്ല എന്നുള്ള ദുരന്തം. ആഗ്രഹങ്ങൾ സാധിക്കാതെ കൊണ്ട് വരുമ്പോഴാണല്ലോ നമ്മൾ ആത്മഹത്യയൊക്കെ ചെയ്യണത്. കാരണം ആഗ്രഹം സാധിക്കുന്നില്ല. അത് ദുരന്തം. അവസാനം ദുഃഖത്തിലാണ് കലാശിക്കുക. കാരണം താനൊന്ന് ആഗ്രഹിച്ചു, അത് സാധിച്ചില്ല, ഇനി ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ എന്ന് തോന്നുകയാണ്. അതാണ് ദുരന്തം. എത്രയോ ഉദാഹരണങ്ങൾ. കോഴിക്കോട് +1 പഠിക്കുന്ന ഒരു കുട്ടി വീട്ടിൽ വന്നപ്പോൾ ഒരു ഫോൺ വന്നു. ഒരു 5 വർഷം മുമ്പ് നടന്ന സംഭവമാണ്. നടക്കാവ് ഗേൾസ് സ്കൂൾ. ഞാൻ അവിടുത്തെ മാഷായിരുന്നു. ഞാൻ പോകുന്നതിന് ശേഷമാണ്. ഈ കുട്ടി വീട്ടിൽ വന്നപ്പോൾ ഒരു ഫോൺ കാൾ വന്നു. കുട്ടി ഫോൺ അറ്റൻഡ് ചെയ്തു. ഫോൺ അറ്റൻഡ് ചെയ്ത കുട്ടിയുടെ മുഖം അങ്ങനെ ആകെ വിഷമിക്കുന്നുണ്ട്. ആ ഫോൺ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ കുട്ടി അങ്ങനെ ബാത്റൂമിൽ പോയിട്ട് മണ്ണെണ്ണ ഒഴിച്ച് തീ കൊടുത്തു. 4 ദിവസം പെടഞ്ഞ് കുട്ടി മരിച്ചു. എന്താ കാരണം? ഏതെങ്കിലും ഒരുത്തം പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് തന്നെ ഇഷ്ടമല്ലാന്നോ. ആ ഏട്ടനെ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കണേ? +1 പഠിക്കാൻ പോയത് ഏട്ടനെ കണ്ടുപിടിക്കാനാണ്. ലക്ഷ്യബോധമില്ലെങ്കിൽ എന്ത് ചെയ്യും ആലോചിച്ച് നോക്കും. കുട്ടി കാരണമൊന്നുമല്ല, പെടഞ്ഞ് 4 ദിവസം പെടഞ്ഞിട്ട് ആ കുട്ടി മരിച്ചു. ആഗ്രഹം സാധിച്ചില്ല. അതാണ് ഒരു ദുരന്തം. ഇനി രണ്ടാമത്തെ ദുരന്തം ആഗ്രഹം സാധിക്കുന്നു എന്നുള്ളത്. ആഗ്രഹം സാധിച്ചാൽ അതിൽ വലിയ ദുരന്ത. അങ്ങനെയാണല്ലോ. വത്സമ്മയും 2 കുട്ടികളും ആറ്റിൽ ചാടി. മാതൃഭൂമിയിൽ വന്ന ന്യൂസാണ്. അതേ വാക്കാ ഞാൻ പറയണത്. കുട്ടികൾ 2 മരിച്ചു. വത്സമ്മേനെ ആരോ ചാടി രക്ഷിക്കുകയും ചെയ്തു.
വത്സമ്മ മരിച്ചില്ല. എന്നിട്ട് താഴെ കൊടുത്തിരിക്കുക, വത്സമ്മ 9 കൊല്ലം മുമ്പ് ലവ് മാരേജ് ആയിരുന്നു തന്നെ. ഇഷ്ടപ്പെട്ട ആളെ, പുരുഷനെ ഭർത്താവായിട്ട് കിട്ടാൻ ഭാഗ്യം സിദ്ധിച്ച പുണ്യവതിയാണ് വത്സമ്മ. പിന്നെ എന്തിനാ ഈ ആത്മഹത്യ ചെയ്തത് ചോദിച്ചാൽ, ആദ്യമൊക്കെ ഇഷ്ടമായിരുന്നു, പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ ഇയാൾ ഇന്ത്യക്കാരനല്ല വെള്ളക്കാരനാണെന്ന് മനസ്സിലായി. വെള്ളവും കുടിച്ച് 4 കാല് കുത്തി വന്ന് വത്സമ്മേനെ ചവിട്ടുക, കുത്തുക, നരകമായി 2 കുട്ടികളും. എൻ്റെ ജീവിതം മുഴുവൻ നരകിക്കണോ അതോ എൻ്റെ നരകം ഇന്ന് അവസാനിപ്പിക്കണോ എന്നാ പിന്നത്തെ ചോദ്യം. അതാണ് ആത്മഹത്യ ചെയ്യാൻ തോന്നിയത്. അപ്പം ആഗ്രഹം സാധിച്ചു എന്നിട്ടാണ് ദുരന്തം, ആത്മഹത്യക്ക് ശ്രമിക്കുന്നത്. എത്രയോ അനുഭവങ്ങളല്ലേ. ഒരാൾ ഭ്രാന്താസ്പത്രിയിൽ കൂടെ പോകുമ്പോൾ ഒരു വാർഡിൽ നിന്ന് ഒരാൾ പിന്നെ നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്, ലൈല 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 പറഞ്ഞ് നിലവിളിക്കുക. വാർഡനോട് ചോദിച്ചു, എന്താ ഈ ഭ്രാന്തൻ ലൈല ലൈല പറഞ്ഞ് നിലവിളിക്കണത്? അയാൾ ലൈല എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ സ്നേഹിച്ചിരുന്നു. അവളും അതെ, 3 കൊല്ലമായിട്ട് അവരെ സ്നേഹം, അവർ തമ്മിലെ കല്യാണം കഴിക്കും തീരുമാനിച്ചതാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ലൈല വേറൊരുത്തൻ്റെ കൂടെ കല്യാണം കഴിച്ചു പോയി. ഇയാൾക്ക് ഭ്രാന്തായി, അങ്ങനെ ഇവിടെ അഡ്മിറ്റ് ചെയ്തതാണ് പറഞ്ഞു. അപ്പോൾ അയാളുടെ ആഗ്രഹം സാധിച്ചില്ല, അതുകൊണ്ട് ദുരന്തം. കുറച്ച് ദൂരം ഇങ്ങനെ പോയപ്പോൾ ഭ്രാന്താസ്പത്രിയിൽ വേറൊരു വാർഡിൻ്റെ അവിടെ എത്തിയപ്പോൾ അവിടെയുണ്ട് ഒരുത്തൻ ലൈല ലൈല പറഞ്ഞ് നിലവിളിക്കണം. ഇയാളെന്തിനാ? ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞില്ലേ, ലൈലെ കെട്ടാഞ്ഞിട്ട് ഭ്രാന്തായി, ആ ലൈലെ കല്യാണം കഴിച്ച ആളാ ഇയാളാ പറഞ്ഞു. അയാൾക്ക് ആഗ്രഹം സാധിച്ചിട്ടുള്ള ദുരന്തം. അപ്പൊ ഈ ആഗ്രഹങ്ങളാണ് ദുഃഖകാരണം. 2 ദുരന്തം, ഒന്ന് ആഗ്രഹങ്ങൾ സാധിക്കുന്നില്ല എന്നുള്ളത്, മറ്റൊന്ന് ആഗ്രഹങ്ങൾ സാധിക്കുന്നു എന്നുള്ളത്. ഒക്കെ ദുരന്തമാണ്. എന്ത് കഷ്ടമാണ്, ആലോചിച്ച് നോക്കും. അപ്പൊ ആഗ്രഹമേ ദുഃഖകാരണം. നമ്മൾ ആഗ്രഹിക്കണം, നമുക്ക് അർഹതയുള്ളത് ചോദിക്കാതെ തന്നെ വന്നു ചേരും. അതുകൊണ്ട് തൃപ്തിപ്പെടല്ലാണ്ട് നമ്മൾ വേണ്ടാത്തതൊക്കെ ആഗ്രഹിച്ചിട്ട് എന്തിന് ഈ ദുരന്തം വരുത്തി വെക്കണത്? നമ്മുടെ ദുരന്തത്തിന്റെ കാരണക്കാർ നമ്മൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് കാമകർമ്മ ബീജാനാമ്യസ്യ ചേതസ്യ, കാമമില്ല അതുകൊണ്ട് കർമ്മമില്ല. വാസുദേവിക നിലയ, കാരണം ഭഗവാനിൽ അങ്ങനെ മുഴുകിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അയാൾ ഭാഗവതോത്തമനാണ് എന്നാണ് പറയുന്നത്. നയസ്യ ജന്മകർമാഭ്യം ന വർണ്ണാശ്രമജാതിഭി സജ്ജതേസ്മിൻ അഹംഭാവോ ദേഹേ വൈ സഹരേ പ്രിയ. ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ വർണ്ണാശ്രമങ്ങളെ കൊണ്ടോ ഞാൻ കേമനാണെന്നോ ഒന്നും ദുരഭിമാനമില്ലാത്തവനാണ് ഭക്തോത്തമനായിട്ടുള്ള ആള് എന്ന് പറയുക. ഒന്ന് സർവഭൂത സമശാന്ത, എല്ലാവരിലും സമനായിട്ട് നിൽക്കാൻ സാധിക്കുക. നയസ്യ സ്വപരവിധി വിത്തേഷു ആത്മനിവാഭിത സർവഭൂത സമശാന്ത സവൈ ഭാഗവതോത്തമ. ഞാൻ എൻ്റെ അന്യൻ്റെ, ഞാനും അന്യനും അതില്ല. സ്വപര, ഇത് എൻ്റെ ഇത് അന്യൻ്റെ എന്നുള്ള ഭാവമില്ല. വിത്തേഷു, ഈ ശരീരത്തിലും ഇല്ല, തൻ്റെ സമ്പത്തിലും ഇല്ല. ഇതെൻ്റെ സമ്പത്ത്, അത് മറ്റാൾ, അങ്ങനെയില്ല. ഒക്കെ എല്ലാറ്റിലും സർവഭൂത സമശാന്ത, എല്ലാവരിലും സമഭാവത്തോടു കൂടിയിരിക്കാനായിട്ട് സാധിക്കുക. അയാളാണ് ഭാഗവതോത്തമൻ. കാശി നമ്പേശൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, മൂക്കുതലക്കാരനാണ്. അയാൾ ഇടയ്ക്കിടയ്ക്ക് കാശിക്ക് പോകും. അതുകൊണ്ടാണ് കാശി നമ്പേശൻ എന്ന് പേര് വന്നു. ഗുരുവായൂരിലൊക്കെ എപ്പോഴും ഉണ്ടായിരുന്നു അദ്ദേഹം. എല്ലാം വിട്ട് ഈശ്വരനെ ഭജിച്ച് ഗുരുവായൂരപ്പനെ ഭജിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് സ്വത്തൊന്നും വേണ്ട, പക്ഷേ അയാളുടെ സഹോദരന്മാർക്ക് സ്വത്ത് ആവശ്യമാണ്. ഇടയ്ക്ക് സഹോദരന്മാർ കാശി നമ്പേശൻ്റെ അടുത്ത് വന്നിട്ട് ഇത് എവിടെ ഒന്ന് ഒപ്പിടും, അയാളുടെ സ്വത്ത് വിറ്റ് കാശാക്കാനാണേ, എവിടെ പറഞ്ഞോടത്ത് ഒപ്പിട്ട് കൊടുക്കും. അങ്ങനെ 2-3 തവണ ഒപ്പിട്ട് കൊടുത്തു. ഒരു തവണ ഇയാൾ പറഞ്ഞു, ഒന്നിച്ചങ്ങോട്ട് എഴുതിത്തരാം, എവിടെ ഒപ്പിടണ്ട പറഞ്ഞാൽ മതി. അയാൾക്ക് ഒന്നും ആവശ്യമില്ല. അതാ ഭക്തോത്തമനായിട്ടുള്ള ഒരാൾക്ക് സഹോദരങ്ങൾ ആ സ്റ്റേജിൽ എത്തിയിട്ടില്ല, അവരതൊക്കെ വിറ്റ് കാശാക്കാണ്. അതായത് തനിക്ക് എൻ്റെന്നോ നിൻ്റെന്നുള്ള ഭാവമില്ല, ഒന്നിലും ആസക്തിയില്ല എന്ന് വന്ന അയാളാണ് ഉത്തമനായിട്ടുള്ള ഭക്തൻ എന്നാണ് പറയുന്നത്. അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അപ്പം നമ്മൾ ഇവിടെ ഇത് എന്തിനാ പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതിൽ ഉത്തമ ഭക്തനാണോ മധ്യമ ഭക്തനാണോ പ്രാകൃത ഭക്തനാണോ നമ്മൾ സ്വയം ചിന്തിക്കുക. ഭഗവാനിൽ മാത്രം ഭക്തി ഉണ്ടായാൽ പോരാ, നമ്മളെ ആശ്രയിച്ച് നിൽക്കുന്നവരോ ദുഃഖിക്കുന്നവരോ അവരോടൊക്കെ കാരുണ്യവും അവരിലൊക്കെ ഈശ്വരബുദ്ധി വയ്ക്കാൻ സാധിച്ചാൽ അയാൾ ഉത്തമനാവും. മെല്ലെ മെല്ലെ നമ്മൾ അഭ്യാസം കൊണ്ടത് സാധിപ്പിച്ചെടുക്കണം എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, പരസ്യ വിഷ്ണോരീശസ്യ മായിനാമപി മോഹിനിം മായാം വേദിതുമിച്ഛാമോ ഭഗവന്തോ ബ്രുവന്തുന. ഭഗവാന്റെ മായ, അതിൻ്റെ ലക്ഷണം എന്താ? മായാം വേദിതുമിച്ഛാമോ ഭഗവന്തോ. ഭഗവാന്റെ മായയുടെ സ്വരൂപം എന്താണ്? മായയിൽ മോഹിക്കുകയാണല്ലോ എല്ലാ ജീവന്മാരും, എന്നിട്ടാണ് ഈ ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ ഉണ്ടാവുന്നത്. ആ മായയുടെ സ്വരൂപം എന്താണ്, ലക്ഷണം എന്താണ് എന്നാണ് അടുത്ത ചോദ്യം. അതിന് അന്തരീക്ഷൻ എന്ന യോഗീശ്വരനാണ് മറുപടി പറയുന്നത്. ഈ മായയുടെ ലക്ഷണം ചോദിക്കുന്ന ഒരർത്ഥമല്ല. ഒരു സമുദ്രത്തിലുള്ള മത്സ്യക്കുഞ്ഞ് ആ തള്ള മത്സ്യത്തിനോട് ചോദിച്ചു, അമ്മ ഈ സമുദ്രം എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രത്തിലാണ് നെയ്യ് നിൽക്കണം, എൻ്റെ അകത്തും പുറത്തും സമുദ്രമാണ്. ആ പറഞ്ഞ മാതിരി നമ്മൾ മായയിൽ മുഴുകിയിരിക്കുന്ന നമുക്ക് മായ എന്താണെന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. പറഞ്ഞ വാസ്തവത്തിൽ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ തന്നെയാണ് മായ. സൃഷ്ടി പറഞ്ഞാൽ ഇല്ലാത്തതും ഉണ്ടാവില്ല. ഇല്ലാത്തൊരു സാധനം എങ്ങനെ ഉണ്ടാവുക? സംഹാരം എന്ന് പറഞ്ഞാൽ ഉള്ളതില്ലാതെ ഉണ്ടാവുക. ഉള്ളത് ഒരു കാലത്തും ഇല്ലാതെ ഉണ്ടാവില്ലല്ലോ. നാസതോ വിദ്യതേ ഭാവോ ന അഭാവോ വിദ്യതേ സദാ.
ഇല്ലാത്തത് ഒരു വസ്തു ഉണ്ടാവാനും വയ്യ, യഥാർത്ഥത്തിൽ ഉള്ളത് പറഞ്ഞാൽ ഒരു കാലത്ത് നശിക്കാത്തത് അതേ നശിക്കാനും വയ്യ. എന്നാൽ നമുക്കങ്ങനെ തോന്നണില്ലേ ഉണ്ടാവണു നശിക്കണു. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ മായ എന്ന് പറയുന്നത്. എല്ലാം ബ്രഹ്മത്തിൽ നിന്നുണ്ടായി ഒടുവിൽ ആ പരമകാരണത്തിൽ തന്നെ വിലയം പ്രാപിക്കുന്നു. ഈ 6 വികാരങ്ങളാണ് മായ. അതായത് എല്ലാ പദാർത്ഥങ്ങളിലും കാണാൻ ഉണ്ടാവുക, കുറച്ചു കാലം നിലനിൽക്കുക, വളർന്നു വലുതാവുക, പരിണമിക്കുക, ക്ഷയിക്കുക, നശിക്കുക. ഈ 6 വികാരങ്ങൾ ലോകത്തിലെ സകല നമ്മുടെ ശരീരം ഉണ്ടായി കുറച്ചു കാലം ഈ ലോകത്ത് നിലനിന്നു. അത് വളർന്നു വലുതായി. അതിൽ ചില മാറ്റങ്ങൾ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ബാധിച്ചു. പിന്നെ ഓരോരോ ഭാഗം ക്ഷീണിച്ചു, കണ്ണ് കാണാനില്ല, ചെവി കേൾക്കാനില്ല, അതൊക്കെ റിപ്പയർ ചെയ്ത് നിർത്തി ഇല്ലേ. അവസാനം ആ ശരീരം വീണുപോയി. ഒരു ചെടി ഏതെടുത്തോളൂ 6 വികാരങ്ങൾക്ക് അധീനമായതാണ്. ഇത് തന്നെയാണ് ഭഗവാന്റെ മായ എന്ന്. ഘടനാപടീയസി, ഇല്ലാത്ത നടക്കാൻ പാടില്ലാത്തത് നടക്കുന്നു എന്ന് തോന്നുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ മായ. ഏതസ്മാത് കിമി ഇന്ദ്രജാലമപരം യത് ഗർഭവാസസ്ഥിതം രേതശ്ചേതതി ഹസ്തമസ്തക പദപ്രോദ്ഭൂത നാനാങ്കുരം പര്യായേണ ശിശുത്വ യൗവനജരാ വേഷൈരനേകേർവൃതം പശ്യത്യത്തിശൃണോതി ജിഘ്രതി തഥാ ഗച്ഛതി യഥാ ആഗച്ഛതി. ഇതിലും വലിയൊരു ഇന്ദ്രജാലം മായ വേറെ എന്തുണ്ടോ ചോദിക്കുകയാണ്. അമ്മയുടെ ഗർഭപാത്രത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട രേതസ് അതിസൂക്ഷ്മമാണ്. അതിന് ചൈതന്യമുണ്ടാകുന്നു. മെല്ലെ വളർന്നു വലുതായിട്ട് ഹസ്തമസ്തക പദപ്രോദ്ഭൂത മാനാങ്കുരം, കയ്യ കാല കണ്ണ മുഖമൊക്കെ അതിസൂക്ഷ്മമായ ഒരു ബീജമാണ് വളർന്ന് ഇത്രയും വലുതാകുന്നത്. പര്യായണ ക്രമത്തിൽ ശിശുത്വ യൗവനജാരാവേഷയിരനേക, കുട്ടിയാകുന്നു, യുവാവാകുന്നു, വൃദ്ധനാകുന്നു. എന്തൊക്കെ മാറ്റങ്ങളാണ്. പശ്യത്തെത്തി ശൃണോതി ജിഗ്രതി, കാണുന്നു, എടുക്കുന്നു, കൊടുക്കുന്നു, മണക്കുന്നു, സകല കാര്യങ്ങളും ചെയ്യുന്നു. അവസാനം തഥാ ഗച്ഛതി, ഈ പ്രാണൻ ഈ ദേഹത്തെ വിട്ട് അതേപോലെ പോകുന്നു. ഏതുപോലെ? യഥാ ആഗച്ഛതി. അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുന്ന ഈ പിണ്ടത്തിലേക്ക് എങ്ങനെയാണോ ജീവൻ വന്നത് അതുപോലെ ഈ ദേഹത്തെ വിട്ട് ഈ ജീവൻ യാത്രയാവും. എത്ര ഡോക്ടർമാർ നോക്കിയാലും ICUയിൽ കിടത്തിയാലും ഈ ജീവൻ ദേഹത്തെ വിട്ടു പോകും. എനിക്കിങ്ങോട്ട് വരാനറിയാച്ചാൽ എനിക്ക് പോകാനും അറിയാമെന്ന. ഇതന്നെ മായ. എന്തൊരത്ഭുതം! അതിസൂക്ഷ്മമായ ഒരു ബീജം. കണ്ണുകൊണ്ട് നോക്കിയാൽ കാണില്ല, ഉപകരണങ്ങളെ കൊണ്ട് കാണുള്ളൂ. അത്ര സൂക്ഷ്മമാണ്. അതാണ് വളർന്നു വലുതായിട്ട് മിസ്റ്റർ കേരളയായിട്ട് ഗുസ്തിക്കൊക്കെ നിൽക്കുന്നത്, ബ്ലാക്ക് ബെൽറ്റൊക്കെ ആയിട്ട്. ഇതെന്തൊരു അത്ഭുതം! അതുമല്ല രസം, ഇതിൽ അച്ഛൻ്റെ അമ്മയുടെ വംശത്തിൻ്റെ മുഖച്ഛായ പോലും ഉണ്ടാവും. ഇതേതാ ഉണ്ണി മനസ്സിലായോ? അപ്പോട്ടോ നേരെ മകൻ. അതെങ്ങനെ? ആ കണ്ണും ആ മൂക്കും കണ്ടറിയില്ലേ? അതേ കണ്ണും മൂക്കും. ഇതെന്തൊരു അത്ഭുതമാണ് ആ സൃഷ്ടി. ഭഗവാന്റെ മായ അത്ഭുതമാണ്. നമ്മൾ അറിയാം, നമ്മൾ കണ്ടറിയാം ഇത് ആരുടെ കുട്ടിയാണ്. അത്ര വരെ. മാത്രമല്ല അമ്മയുടെ പല്ലിങ്ങനെ വിലങ്ങനെയാണെങ്കിൽ ഈ കുട്ടിയുടെ പല്ലും അതേപോലെ പാലം വെച്ച വാരി വരും. ജനിക്കുമ്പോൾ കുട്ടിക്ക് പല്ലില്ല. എന്താ? പല്ലിൻ്റെ ആവശ്യമില്ല. കുറച്ച് കഴിഞ്ഞ് പല്ലിൻ്റെ ആവശ്യം വരുമ്പോൾ അതാ വരുന്നു പല്ല് കടിച്ച് തിന്നാറാകുമ്പോൾ. പിന്നെ ഓടി ചാടി നടക്കുമ്പോൾ പല്ലൊക്കെ കൊഴിഞ്ഞു പോകും. അതാ 2ാമത്തെ ട്രിപ്പ് വരുന്നു. ഇതൊക്കെ അവിടെ വിത്ത് കുഴിച്ചിട്ടുണ്ടോ ഭഗവാൻ? എന്തൊരു മായയാണ് ആ പല്ല്. പിന്നെ പല്ല് പോയാൽ ഭഗവാൻ തരില്ല. പിന്നെ നാട്ടുകാരോട് തല്ലുകൊണ്ടിട്ടേ വായാലനാവ് മോശമായിട്ട് ആ പല്ല് കൊഴിയണതേ. പിന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കോളാം. പിന്നെ പല്ല് വരില്ലേ. എന്തൊരു അത്ഭുതമാണ്! മുഴുവൻ അത്ഭുതമേ ഉള്ളൂ. ഇതാണ് ഭഗവാന്റെ മായ. ഈ കയ്യിൻ്റെ നടുക്ക് മടങ്ങാഞ്ഞാൽ നമുക്ക് മാമുണ്ണാൻ പറ്റും. ഉരുള വായലെത്തുക. കുറച്ച് ഇപ്പുറത്താണ് മടങ്ങിയാൽ അപ്പുറത്തേക്കാണ് ഉരുള പോവുക. ഒരു താഴെയായാലും പറ്റില്ല. കൃത്യമായിട്ട് മടങ്ങണ്ടേ. ഈ വിരലുകൾ ഇങ്ങനെ മടങ്ങാഞ്ഞാൽ നമുക്ക് ഉരുള ഉരുട്ടാൻ പറ്റുമോ? ഇതെന്തൊരു അത്ഭുതമാണ്! ഇത് ഏതെങ്കിലും ഒരു മുടക്കം വരുമ്പോഴേ നമ്മളതിൻ്റെ മഹത്വം അറിയുന്നുള്ളൂ. അത്ഭുതമാണ്. അപ്പോൾ നമ്മളൊരു കുട്ടിയെ കണ്ടാൽ ഇത് ഇന്നാളുടെ മകൻ ഇന്നാളുടെ മകളാന്ന് പറയും. ആ മുഖച്ഛായ ചിലപ്പോൾ അബദ്ധവും പറ്റും. ഈ ഇലക്ഷനിലെ പിന്നെ വോട്ടൊക്കെ പിടിക്കാൻ വരുന്നവരെ കുട്ടിയെ കണ്ട അയ്യപ്പെട്ട നേരം അതേ കണ്ണും മൂക്കും എന്നൊക്കെ പറഞ്ഞ് കളിപ്പിക്കും. വേലക്കാരുടെ കുട്ടിയാണേ. അല്ലെങ്കിലേ സംശയമുണ്ട്. കുടുംബ വഴക്കുണ്ടാവും, വേറെ വല്ലതും വേണോ? അവർ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് പറഞ്ഞത്. അപ്പം അത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതമല്ലേ ഇതിലും വലിയൊരു ഇന്ദ്രജാലം ലോകത്ത് വേറെ എന്ത് നടക്കും? ദേഹവത് വടധാനാദോ സുവിചാര്യ വിലോക്യതാം കൊധാന കുത്രവാ വൃക്ഷ തസ്മാത് മായേതി നിശ്ചിനു. ഈ ദേഹത്തെ പോലെ തന്നെ വടധാനാദോ, അരയാലിൻ്റെ ഒക്കെ ഒരു വിത്ത് അതിസൂക്ഷ്മമാണ്. ആ വിത്തിൽ നിന്നാണ് വളർന്ന് വലിയൊരു വടവൃക്ഷമുണ്ടായത്. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അത് അനുഭവത്തിൽ കാണുന്നില്ലേ നമ്മൾ? ഇതാണ് തസ്മാത് മായേതി നിശ്ചിത. ഇതാണ് ഭഗവാന്റെ മായ എന്നാണ്. അത്ഭുതമാണ് ഇവിടെ കാണുന്നത്. യഥേതം ഐശ്വര്യമായാം ദുസ്തരാം അകൃതാത്മഭി തരന്ത്യഞ്ച സ്ഥൂലധിയോ മഹർഷ ഇത ഉച്ചതാം. ഈ ഐശ്വര്യമായ ഈശ്വരനോട് ബന്ധപ്പെട്ടതാണ് മായ. ആസുരിയല്ല, ദൈവീയാണ് മായ. അപ്പം ആ ഐശ്വര്യമായ ദുസ്തരാം അകൃതാത്മ, അത് ദുസ്തരാം അഭിമായം. അതായത് മായയെ തരണം ചെയ്യുക എന്നുള്ളത് വളരെ വിഷമമാണ്. മായ ഭഗവാൻ സൃഷ്ടിച്ചത് നമ്മളെ മോഹിപ്പിക്കാനാണ്. ആ മായയെ നമ്മൾ പൗരുഷം കൊണ്ട് എങ്ങനെ തരണം ചെയ്യാം? എങ്ങനെ സാധിക്കും? തരന്ത്യഞ്ചസ്ഥൂലതയോ, എങ്ങനെ ഈ മായയെ തരണം ചെയ്യാം, മായയെ അതിജീവിക്കാം? മഹർഷ ഇത ഉച്ചതാം. അതങ്ങ് നിങ്ങൾ പറഞ്ഞു തരണം എന്നാണ്. അതായത് മായയെ എങ്ങനെയാണ് തരണം ചെയ്യുക? നമ്മളൊക്കെ മായയിൽ മോഹിച്ചിരിക്കുകയാണ്.
എന്ത് കണ്ടാലും ഭ്രമല്ലേ. പ്ലാസ്റ്റിക്കിൻ്റെ പൂവ് കണ്ടാൽ നമുക്ക് അയ്യോ അത് വാങ്ങായിരുന്നു കേട്ടോ, ഞാൻ പേഴ്സ് എടുക്കാൻ പറഞ്ഞു. എന്തിനാ ഇത്? മണമില്ല, ഗുണമില്ല. എന്നിട്ട് അത് ചട്ടിയിൽ കൊണ്ട് വാങ്ങി വെച്ച് പിന്നെ തട്ടി വീണ് പൊട്ടിയിട്ട് പിന്നെ കുട്ടികളോട് ദേഷ്യപ്പെടുക. എന്തിനാ ഈ ആവശ്യമില്ലാത്തത്? എന്തെല്ലാം സാധനങ്ങളാണ് നമ്മുടെ വീട്ടിൽ വാങ്ങി വെച്ചിട്ടുള്ളത് നോക്കൂ. ഇതൊക്കെ മായയുടെ പ്രഭാവമല്ലേ. അപ്പം അതുകൊണ്ട് എങ്ങനെ മായയെ തരണം ചെയ്യാമെന്നാണ് പ്രബുദ്ധൻ എന്ന യോഗീശ്വരനാണ് അതിന് മറുപടി പറയണത്. കർമാണ്യാരഭമാണാനാം ദുഃഖഹത്യൈ സുഖായച. ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും നമ്മൾ ആലോചിക്കുക 2 ലക്ഷ്യത്തോടു കൂടിയ ദുഃഖം കൂടാതെ കണ്ട് കഴിയണം, സുഖം ഉണ്ടാവണം. ഏത് പ്രവൃത്തിയും ഈ 2 ഉദ്ദേശത്തോടു കൂടിയ. പക്ഷേ എന്ത് ചെയ്താലും ശാശ്വതമായ സുഖം കിട്ടുന്നില്ല, ദുഃഖനിവൃത്തി ഉണ്ടാവുന്നില്ല. മാത്രമല്ല വിപരീതണ്ടേനും. അതാണ് അത്ഭുതം. സുഖത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തോ പശ്യേത് പാകവിപര്യാസം മിഥുനീചാരിണാം എന്നണം. ലൗകികന്മാരായ ആളുകൾ സുഖത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്തോ അതൊക്കെ ദുഃഖത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെന്തൊരു അത്ഭുതമാണ്, ആലോചിച്ച് നോക്കൂ. അപ്പം ഇതാണ് സുഖത്തിന് വേണ്ടി മകനെ കല്യാണം കഴിപ്പിച്ചു എന്നാൽ കുറേ സമാധാനമാവും. കാരണം അമ്മയ്ക്ക് വാദത്തിൻ്റെ ഉപദ്രവമുണ്ട്, 5 മണിക്ക് നീക്കാനൊന്നും വയ്യ, നീ ഒരു കല്യാണം കഴിക്കാൻ, എൻ്റെ കാര്യമെങ്കിലും നോക്കാൻ ഒരാളാവുമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കല്യാണം കഴിപ്പിച്ചത്. കല്യാണം കഴിച്ച് 4 ദിവസം കഴിഞ്ഞപ്പോൾ കുളക്കടവിലൊക്കെ സ്ത്രീകളുടെ സംസാര വിഷയം ദീപാരാധനയ്ക്ക് നല്ല അമ്മൂട്ടിയെടുത്ത് എങ്ങനെയുണ്ട്, മൈരോളൊക്കെ എങ്ങനെയുണ്ട് ചോദിക്കാത്തൊരു രാജ്യമുണ്ടോ? ഒന്നും പറയണ്ട ചുട്ടി. എത്ര ആലോചന വന്നത്, എങ്ങനെ ഒന്നെന്നെ വന്ന് പെട്ടുമല്ലോ. 8 മണിക്കാണ് അവൾ നീട്ട് വരിക. ഇപ്പം 5 മണിക്ക് നീക്കാൻ വയ്യാത്ത ഞാനിപ്പോൾ 4 മണിക്ക് നീക്കണം. കാരണം അവൻ കഞ്ഞി കുടിച്ച് പോകും, അവൾക്ക് കഞ്ഞി പറ്റില്ല, പലഹാരം വേണേ. ആയിക്കോട്ടെ, 200 ഇരിക്കില്ലല്ലോ, ഒന്നും പറയാണ്ട കഴിക്കണമെന്ന് അമ്മ ഉരുകാണ്. എന്നാൽ ഒരു നന്ദിയുണ്ട്. ഒരു ദിവസം ദോശയുടെ വക്ക് പൊട്ടിയപ്പോട്ട് അവളത് ചുരുട്ടിയിട്ടുണ്ട്, മുഖത്തേക്ക് അറിയാറത് ദോശയാണോ? ഒരക്ഷരം ഞാൻ മിണ്ടിയില്ല. ഇതൊക്കെ കണ്ടുകൊണ്ടൊരുത്തം നിൽക്കുന്നുണ്ടെന്ന് അവൻ വല്ലതും പറയട്ടെ മകനെ. അതായത് കുറച്ചൊരു സമാധാനം ഉണ്ടാവും. വാദത്തിൻ്റെ ഉപദ്രവം 5 മണിക്ക് നീക്കാൻ വയ്യ. എന്നാൽ മകൻ്റെ കാര്യം നോക്കാനെങ്കിലും ഒരു സഹായം ആവട്ടെ, ചില കല്യാണം കഴിക്കാൻ നിർബന്ധിച്ചപ്പോൾ ഒന്നും കൂടെ നരകത്തിലായി. സുഖത്തിന് വേണ്ടിയാ ചെയ്തത്, ദുഃഖം വർദ്ധിച്ചത്. ഇതൊരു അത്ഭുതമല്ലേ. ഈ ലോകത്തിലെല്ലാം ഇങ്ങനെയാണ്. കർമാണ്യാരഭമാണാനാം ദുഃഖഹത്യൈ. ദുഃഖം കൂടാതെ കണ്ട് കഴിയണം, സുഖം ഉണ്ടാവണം. പക്ഷേ നേരെ വിപരീതമാണ് ഒക്കെ വന്നു ചേരുന്നത്. അതാണ് അത്ഭുതം. എന്താ കാരണം? നിത്യാർത്ഥിതേന വിത്തേന ദുർലഭേന ആത്മമൃത്യുന ഗൃഹ അപത്യാപ്ത പശുഭി കാ പ്രീതി സാധ്യതയിഷ്ടരെ. നമ്മൾ സമ്പാദിച്ച സുഖം കിട്ടാനും ദുഃഖത്തിന് രക്ഷപ്പെടാനും സമ്പാദിച്ചതൊക്കെ എപ്പോഴും ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്ന സാധനങ്ങളാണ്. നിത്യാർത്ഥിതേന വിത്തേന, എപ്പോഴും ദുഃഖത്തെ തരാവുന്നതാണ് സമ്പാദിച്ചത്. ദുർലഭേന ആത്മമൃത്യുതുല്യമായ ദുഃഖം, മരണമാണല്ലോ വലിയ ദുഃഖം, അതിന് തുല്യമായ ദുഃഖം തരാവുന്ന സാധനങ്ങൾ. ഗൃഹ അപത്യാപ്ത, വീട് വെച്ചു, വിവാഹം കഴിച്ചു, പുത്രോത്പാദനം ചെയ്തു, വാഹനം വാങ്ങി, ഇതൊക്കെയാ സുഖവും. എല്ലാവരും ഇതാ വിചാരിക്കണത്. എന്നിട്ട് സമ്പാദിക്കണത് വീട് വയ്ക്കുക, വിവാഹം കഴിക്കുക, പുത്രോത്പാദനം ചെയ്യുക, വാഹനം വാങ്ങുക. ഇത് ഓരോന്നും അത്യപകടം. മകൻ +1 ഉള്ളൂ, 18 ആയിട്ടില്ല, അപ്പോഴേക്കും അവന് ബൈക്ക് വേണം. കൊടുക്കാൻ വിരോധം ഉണ്ടായിട്ടല്ല, പേടിയാണ്. പത്രത്തിൽ ഓരോന്ന് വായിക്കുമ്പോൾ അവസാനം ഇല്ലെങ്കിൽ അവൻ പുര കുത്തി മറച്ചു വയ്ക്കും. അവൻ അവസാനം ബൈക്ക് വാങ്ങിക്കൊടുത്തു. ബൈക്ക് വാങ്ങിക്കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം അവൻ പറന്ന് പോയി ഒരു ലോറിയുടെ ചോട്ടിൽ കൂടെ പോയി, ബൈക്കും പോയി, മകനും പോയി. ആലോചിച്ച് നോക്കൂ, എത്ര ദിക്കില്ല സംഭവം നടക്കണം. അപ്പം എന്താ പറഞ്ഞാൽ വെച്ചാൽ സുഖത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത്, ഒക്കെ ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണുന്നു. ഈ ലോകത്തിലെല്ലാം ഇങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എന്താ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വഴി ചോദിച്ചാൽ നമ്മൾ ഭാവം മാറണം. നമ്മൾ സുഖത്തിന് വേണ്ടി സമ്പാദിക്കുന്നതൊക്കെ ദുഃഖത്തെ തരുന്നു എങ്കിൽ നമ്മുടെ പ്രവൃത്തിയിൽ എവിടെ പിഴവ് പറ്റി. അപ്പം എങ്ങനെ പ്രവർത്തിക്കണം എന്നറിയണ്ടേ? അതിന് തസ്മാത് ഗുരും പ്രപദ്യേത ജിജ്ഞാസു ശ്രേയ ഉത്തമം ശാബ്ദേ പരേച്ച നിഷ്ണാദം ബ്രഹ്മൺ ഉപശമാത്മകം. അതുകൊണ്ട് നല്ലൊരു ഗുരുനാഥനെ ആശ്രയിക്കുക. എങ്ങനെ ജീവിക്കണം, എന്തൊക്കെ സമ്പാദിക്കണം അറിയണ്ടേ? നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചാൽ നരകമാവും. ഒരു ഗുരുനാഥൻ വേണം. ഗുരുനാഥനോട് ചോദിച്ചിട്ട് വേണം ജീവിക്കാൻ. തസ്മാത് ഗുരും പ്രപദ്യത ജിജ്ഞാസു ശ്രേയ. അവനവൻ്റെ ശ്രേയസ്സിനെ ആഗ്രഹിക്കുന്ന ഒരു ഭക്തൻ ഒരു ഗുരുനാഥനെ ആശ്രയിക്കണം. ഒരു ഗുരുനാഥൻ എല്ലാവർക്കും വേണം. നമുക്ക് തോന്നിയതുപോലെ ജീവിച്ചാൽ നരകമായിരിക്കും. ഒരു ഗുരുനാഥനെ ആശ്രയിക്കണം. ഗുരുനാഥന്മാർക്ക് ക്ഷാമമൊന്നുമില്ല. ഈ ലോകത്ത് ഇഷ്ടം പോലെ ഗുരുനാഥന്മാരുണ്ട്. പക്ഷേ ഏതെങ്കിലും ഗുരുനാഥനെ കിട്ടിയാൽ പോരാ. ശാബ്ദേ പരേച്ച നിഷ്ണാദം, വേദത്തിൻ്റെ പരമമായ പൊരുൾ അറിയുന്ന ഗുരുനാഥനാവണം. ബ്രഹ്മണ്യുപശമാത്മക, എപ്പോഴും ബ്രഹ്മനിഷ്ഠയിൽ മുഴുകിയ ഗുരുനാഥനാവണം. അല്ലാണ്ട് ഗുരുനാഥന് നമ്മളെക്കാളും ദുഃഖമുണ്ടെങ്കിൽ പിന്നെ അങ്ങനെ ഒരു ഗുരുനാഥനെ സമീപിച്ചിട്ട് എന്ത് കാര്യം? ഒരാൾക്ക് ലൗകികമൊക്കെ മടുത്തു, ഇനി എന്താ ചെയ്യേണ്ടത്? ഈ ലൗകികം എങ്ങനെയായാലും ദുഃഖമാണ്. ആധ്യാത്മികമായിട്ട് വല്ലതും പഠിക്കണമെന്ന് തോന്നി. അപ്പോൾ പറഞ്ഞു ഏതെങ്കിലും സന്യാസി ശ്രേഷ്ഠന്മാർ നല്ലൊരു ഗുരുനാഥനെ കണ്ടുപിടിക്കുക. അതിൻ്റെ സമ്പ്രദായം എങ്ങനെ? എന്തെങ്കിലും വെറും കൈയായിട്ട് വെറുതെ കുറച്ച് പഴങ്ങൾ എന്തെങ്കിലും കൊണ്ടുപോയി കൊടുത്ത് നമസ്കരിക്കുക. ഗുരുനാഥനോട് പറയുക എനിക്ക് ഈ ലൗകികമൊക്കെ മടുത്തു, എന്നെ ശിഷ്യനാക്കണം എന്ന് പറയുക. അയാൾക്ക് കാരുണ്യം തോന്നിയാൽ ചിലപ്പോൾ അവിടെ നിന്നോളാൻ പറയും. എന്നാൽ രക്ഷപ്പെട്ടു. നിന്നാൽ പിന്നെ ഗുരു ശുശ്രൂഷ കൊണ്ട് ഗുരുനാഥനെ കൊണ്ട് സന്തോഷിപ്പിക്കുക. അങ്ങനെ പക്വത വന്നു എന്ന് തോന്നിയാൽ ആ ഗുരുനാഥൻ നമുക്ക് വേണ്ട ഭാഗവത ധർമ്മങ്ങളെ ഉപദേശിച്ചു തരും. എന്നാൽ നമുക്ക് രക്ഷപ്പെടാം. അപ്പം ഇയാൾ ഏതായാലും കുറച്ച് പഴമൊക്കെ വാങ്ങി, ഏതാ ഒരു ഗുരുനാഥൻ, ഒരു സന്യാസി 80 വയസ്സായി,
അയാളെ കണ്ടു ആശ്രമത്തിൽ. അയാളെ അടുത്ത് പോയി നമസ്കരിച്ചു. ആരാ? ഞാൻ ഇന്ന ആളാണ്, ഇവിടെ നിന്ന് അന്നദിക്കുന്നതാണ്. എന്താ നീ വന്നത്? എനിക്ക് ഈ ലൗകികമൊക്കെ മടുത്തു ഗുരുനാഥ, എനിക്ക് ആധ്യാത്മികമായിട്ട് വല്ലതും പഠിക്കണം, അങ്ങ് എന്നെ അനുഗ്രഹിക്കണം, അങ്ങ് എൻ്റെ ശിഷ്യനായിട്ട് സ്വീകരിക്കണം. ഓ, നിൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്. നിങ്ങൾ എത്ര മക്കളാണ്? 4 മക്കള്. നീ അവരോടൊക്കെ പറഞ്ഞിട്ടാണോ വന്നത്? അതെ, അവരോടൊക്കെ പറഞ്ഞിട്ടാണ്. ശരി, ഇവിടെ നിൽക്കൂ, നോക്കട്ടെ എന്ന് പറഞ്ഞു. അത് നിൽക്കാൻ പറഞ്ഞല്ലോ, ഇനി ശുശ്രൂഷ കൊണ്ട് അങ്ങോട്ട് സന്തോഷിപ്പിച്ചാൽ മതി. അപ്പോൾ എങ്ങനെ ശുശ്രൂഷ? 4 മണിക്ക് നീക്കും ഗുരുനാഥനെ, അതിൻ്റെ മുമ്പ് 3 മണിക്ക് നീക്കണം. എന്നിട്ട് പൂജയ്ക്കുള്ള സാധനങ്ങൾ ഒരുക്കണം, വെള്ളം ചൂടാക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, ആശ്രമം വൃത്തിയാക്കണം. ഗുരുനാഥൻ രാത്രി കിടന്ന വീശി കൊടുക്കണം, കാലൊഴിയണം. ഗുരുനാഥൻ ഉറങ്ങിയിട്ടേ ഉറങ്ങാൻ പാടും എന്നൊക്കെയാണ്. അതൊക്കെ അങ്ങോട്ട് തുടങ്ങി. ഗുരുനാഥൻ എങ്ങനെയുള്ള ആളാവണം? ശാബ്ദേ പരേച്ച നിഷ്ണ, വേദത്തിൻ്റെ പരമമായ പൊരുളറിയുന്ന ആളാവണം. എപ്പോഴും ബ്രഹ്മനിഷ്ഠയിൽ മുഴുകിയ ആളാവണം. അതൊന്നും ഇപ്പം ഈ ആൾക്കാരില്ലേ. അതൊരു വയസ്സായിട്ടൊരു സന്യാസിയെ കണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ശിഷ്യനാവണം. സന്യാസിയുടെ കാര്യം എന്താ വെച്ചാൽ, കാലൊഴിയാൻ ഒരാളെ കിട്ടിയാൽ ഏതായാലും വാദത്തിൻ്റെ ഉപദ്രവമൊക്കെ ഉണ്ടേ, അയാൾക്ക് അത്ര ജ്ഞാനമൊന്നുമില്ല. ഏതായാലും ഇയാൾ കാലൊഴിയാനൊക്കെ തുടങ്ങി. ഉറക്കം വരുന്നില്ല. കാലൊഴിയുമ്പോൾ നല്ല സുഖഞ്ഞ് മറ്റേ കാലൊഴിയെ പറയും. ഇങ്ങനെ കാല് മാറി 11:30 മണിയായി, 12 മണിയായി, പുലർച്ചയ്ക്ക് 3 മണിക്ക് നട്ടതാ. കൈ കടയുമ്പോൾ നിർത്തിയാൽ ചോദിക്കും, അപ്പം നിങ്ങൾ എത്ര മക്കളാന്നാ പറഞ്ഞത്? ഞങ്ങൾ 4 മക്കൾ. അതായത് ഞാൻ ഉറങ്ങിയിട്ടില്ല, നീ ഒഴിഞ്ഞോന്നാണ്. കുടുങ്ങിയില്ലേ? അങ്ങനെ കൈ വല്ലാണ്ട് കടഞ്ഞാൽ നിർത്തിയ ഉടനെ ചോദ്യം, നിങ്ങൾ എത്ര മക്കളാ? ഞങ്ങൾ 4 മക്കള്. 12:30 മണിയായി. ഈ ഇയാൾക്ക് ഉറക്കമില്ല, വയസ്സനല്ലേ. അവസാനം നിർത്തി. എന്തായാലും വേണ്ടില്ല. ഉടനെ ചോദിച്ചു, എത്ര മക്കളാ നിങ്ങൾ? ഞങ്ങൾ 3 മക്കള്. അപ്പം നീയല്ലേ 4 മക്കള്? 4 അതിലിപ്പം എൻ്റെ കഥ കഴിയാറായാലോ, ഇനി 3 മക്കളേ ഉള്ളൂ. ഇങ്ങനെ ഒരു ഗുരുനാഥനെ കിട്ടിയിട്ട് എന്താ കാര്യം? അതുപോലെ ശബ്ദേ പരേച്ച നിഷ്ണാദം, വേദത്തിൻ്റെ പരമമായ പൊരുൾ അറിയുന്ന ഗുരുനാഥനാവണം. എപ്പോഴും ബ്രഹ്മനിഷ്ഠയിൽ മുഴുകിയ ഗുരുനാഥൻ. ആ ഗുരുനാഥനെ കിട്ടിയാൽ, ആ ഗുരുനാഥൻ പറയുന്നത് പോലെ തത്ര ഭാഗവതാൻ ധർമാൻ ശിക്ഷയത് ഗുരുവാത്മദൈവത, അവിടെ ദൈവം തന്നെയാണ് ഗുരുനാഥൻ്റെ രൂപത്തിൽ വന്നതെന്ന് ഭാവന ചെയ്തിട്ട് ആ ഗുരുനാഥൻ പറയുന്ന വിധത്തിൽ ഭാഗവത ധർമ്മങ്ങളെ നമ്മൾ ആചരിക്കണം എന്നുള്ളതാണ്. എന്നാലേ നമുക്ക് ക്രമത്തിൽ ആ ആധ്യാത്മികത കൈവരും. തത്ര ഭാഗവതാൻ ധർമാൻ ശിക്ഷയത് അമായയ അനുവർത്തി, മായ കൂടാതെ ആത്മാർത്ഥമായിട്ട് ആ ഗുരുനാഥനെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുക. സർവതോ മനസ്സോ അസംഗം ആദൗ സംഗഞ്ച സാധുഷു ദയാം മൈത്രിയും പ്രശ്രയം ചാഭൂതേഷോദ്ധായധോജ. സർവതോ മനസ്സോ അസംഗം, മനസ്സ് ഒന്നിലും ഒട്ടി നിൽക്കരുത്. ഈ ഒട്ടൽ സംഘം വന്നാൽ അത് ദുരിതത്തിൽ കലാശിക്കും. സംഘാത് സഞ്ചായതേ കാമ ക്രോധോപിജായത് നമുക്കറിയാം. അപ്പോൾ ഒന്നിനോടും അറ്റാച്ച്മെന്റ് വരരുത്. ആദൗ സംഘം. അതെങ്ങനെ സാധിക്കുക ചോദിച്ചാൽ, നിരന്തരം സജ്ജനങ്ങളോട് മാത്രമാവണം നമ്മുടെ സംഘം. കാരണം സംഘ സർവാത്മനാത്യാജ, ഒന്നിനോടും സംഘം പാടില്ല. സചേത്യക്തും ന ശക്യത, അത് പറ്റണില്ലെങ്കിൽ സദ്ഭിസ്സഹ കർത്തവ്യ, സജ്ജനങ്ങളുമായിട്ട് മാത്രം മതി നിങ്ങളുടെ സംഘം. കാരണം സന്ത സംഘസ്യ ഭേഷജം, സജ്ജനങ്ങൾ നമ്മുടെ സംഘത്തിന് ഔഷധമാണ്. നമുക്കൊന്നിനോടും സംഘം തോന്നാതെ കണ്ടിരിക്കാൻ, സജ്ജനങ്ങളുടെ അനുഗ്രഹം ഉണ്ടാവാൻ നമ്മൾ സജ്ജനങ്ങൾ ആദൗ സംഘം ച സാധുഷു ദയാമൈത്രിയും പ്രശ്രയം ച, ദുഃഖിക്കുന്നവരോടൊക്കെ ജീവകാരുണ്യം ഉണ്ടാവുക, ദയ ഉണ്ടാവുക, അങ്ങനെ വേണം ശീലിക്കാൻ. ശ്രദ്ധാം ഭാഗവതേ ശാസ്ത്രേ, ഭാഗവതത്തിൽ ശ്രദ്ധയുണ്ടാവുക. അനിന്ദ്യാം അന്യത്ര ചാപി, ഭാഗവതത്തിൽ ശ്രദ്ധ ഉണ്ടായിട്ട് മറ്റൊരു ശാസ്ത്രത്തിലും നിന്ദ പാടില്ല എന്നും പറയാണ്. അങ്ങനെ മനോവാക്കായ ദണ്ഡശ്ച സത്യം ശമതമാവി, മനസ്സ് വാക്ക് ഇന്ദ്രിയങ്ങളെ ഇതിനൊക്കെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുക. ഇത് ഭാഗവതാൻ ധർമാൻ ശിക്ഷൻ ഭക്ത്യാ തദുത്ഥയ നാരായണപരോ മായാം അഞ്ചസ്തരതി ദുസ്തര. ഇങ്ങനെ ഭാഗവത ധർമ്മങ്ങളെ നമ്മൾ ആചരിച്ചു വന്നാൽ ഭക്തന്മാരായിട്ട് മാറും. ആ ഭക്തി കൊണ്ട് നാരായണപരോ, നാരായണപരനായ അയാളെ ദുസ്തരാ അഭിമായാം, മായയെ തരണം ചെയ്യാൻ വളരെ വിഷമമാണ്. എങ്കിലും അഞ്ചഹത്തരതി, വളരെ വേഗത്തിൽ മായയിൽ നിന്ന് അയാൾ രക്ഷപ്പെടുന്നു, മുക്തനാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ എന്താ സാധിക്കാതെ? ഭഗവാന്റേതല്ലേ മായ. അതിന് ഭഗവാനെ ആശ്രയിക്കുക നിവൃത്തിയുള്ള മായയിൽ നിന്ന് രക്ഷപ്പെടാൻ. എന്നെ അങ്ങയുടെ മായയിൽ എന്നെ കൊടുക്കരുത്, മോഹിപ്പിക്കരുത് പറഞ്ഞ് ഭഗവാനെ ആശ്രയിച്ചാൽ ആ നാരായണപരനായ അയാള് അഞ്ചഹത്തരതി ദുസ്തരം, ദുസ്തരാം അഭിമായം, അതിനെ തരണം ചെയ്യാൻ വളരെ വിഷമമാണ്. എങ്കിലും ആ മായയെ തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതിന് നമ്മൾ ഭഗവാനെ ഭജിക്കുക തന്നെ വേണം. ഹരി 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 രീതി തിരുനാമം തെരുതെരെ ഉരുവിടു മനമേ നീ, ഹരി 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 രീതി തിരുനാമം തെരുതെരെ ഉരുവിടു മനമേ നീ, ഹരി 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 രീതി തിരുനാമം. ഭഗവാന്റെ തിരുനാമത്തെ നിരന്തരം ഉരുവിട്ടുകൊണ്ടിരിക്കുക. എന്തിന്? അണയുക ഹരി ഹരി ഉരിയാടി
ഭവജലനിധിയുടെ മറുകരയിൽ ഹരി 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 രീതി തിരുനാമം തെരുതെരെ ഉരുവിടു മനമേ നീ ഹരി 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 രീതി തിരുനാമം. അണയുക ഹരിഹരി ഉരിയാടി. ഈ ഭഗവാന്റെ നാമത്തെ ജപിച്ച് 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 ഭവജലനിധിയുടെ മറുകരയിൽ അണയുക. ഈ സംസാര സമുദ്രത്തിന്റെ അക്കരെ കടക്കണ്ടേ? നിങ്ങൾക്ക് എത്ര കാലമായി ജനിക്കുക മരിക്കുക ഈ നരകത്തിൽപ്പെട്ട ഉഴലുന്നു. ഇതിന്റെ അക്കരെ കടക്കണ്ടേ? അതിന് ഭഗവാന്റെ നാമത്തെ ജപിക്കുക. എങ്ങും നിറഞ്ഞിരിക്കുകയാണ് ഭഗവാൻ. പവനനിൽ അവനിയിൽ അനലനിലോ വിധുര വികളിലത ജലമതിലോ ഹരിയുണ്ടെവിടെയും അധിവാസം ഹരിയുണ്ടെവിടെയും അധിവാസം ഹരിമയമതിനാൽ ഉലകിലോ ഹരി 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 രീതി തിരുനാമം തെരുതെരെ ഉരുവിടും മനമേ നീ ഹരി 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 രീതി തിരുനാമം. പവനനിൽ അവനിയിൽ അനലനിലും വായുവില് ഭൂമിയില് അഗ്നിയില് വിധുരവികളിൽ അത ജലം ചന്ദ്രനില് സൂര്യനില് വെള്ളത്തില് എന്ന് വേണ്ട ഹരിയുണ്ടെവിടെയും അധിവാസം. ഭഗവാൻ ഇല്ലാത്തൊരു സ്ഥലമില്ല. ഹരിമയമതിനാൽ ഉലക. ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരമയമാണ് എന്ന് ബോധിക്കുക. ആ ഭഗവാന്റെ നാമത്തെ ആശ്രയിച്ചോളൂ, ജപിച്ചോളൂ. അത് മാത്രമേ ഈ മായയെ അതിജീവിക്കാൻ ഒരു മാർഗമുള്ളൂ എന്ന് യോഗീശ്വരന്മാർ പറയണു. ഇനിയും കുറേ ചോദ്യങ്ങളുണ്ട്. നവയോഗികൾക്ക് 9 ആൾക്കും പറയണ്ടേ? 4 ആളെ പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളൂ. അതന്നെ ചുരുക്കി പറയുകയാണ്. ഭാഗവതല്ലേ. ഏതായാലും കുറച്ചെങ്കിലും നമ്മൾ ആ ഭാഗവത ധർമ്മങ്ങളെ ആചരിക്കാൻ സാധിച്ചാൽ നമ്മുടെ ജന്മം സഫലമാകും. അതിനായിട്ട് സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഉപസംഹരിക്കുന്നു. കായേന വാചാ മനസേന്ദ്രിയേർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി.